ലോക സാഹിത്യത്തിൽ ഏറ്റവുമധികം വായിക്കപ്പെട്ട ഒരപൂർവ കഥാപരമ്പരയാണ് ആയിരത്തൊന്ന് രാവുകൾ എന്ന അറേബ്യൻ കഥകൾ. ഇന്ന് കൂട്ടുകാർക്ക് വേണ്ടി അവതരിപ്പിക്കുന്നത് ആയിരത്തൊന്ന് രാവുകൾ എന്ന കഥാപരമ്പരയുടെ ഒന്നാം ഭാഗം. പണ്ട് പണ്ട് ഇന്ത്യ ചൈന ദ്വീപുകളിൽപ്പെട്ട പല രാജ്യങ്ങളുടെയും അധികാരിയായി പ്രതാപശാലിയായ ഒരു ചക്രവർത്തി ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് 2 പുത്രന്മാരുണ്ടായിരുന്നു. ഷഹ്രിയാർ എന്നായിരുന്നു മൂത്ത മകന്റെ പേര്. ഇളയ പുത്രൻ്റേത് ഷാസമാൻ എന്നും. ഷഹ്രിയാർ നല്ല ഉയരമുള്ള ആളാണ്. സഹോദരന് അത്ര തന്നെ ഉയരമില്ല. ഇരുവരും ധീരന്മാരും പരാക്രമികളുമായിരുന്നു. മൂത്ത സഹോദരൻ വിശേഷിച്ചും. ഷഹ്രിയാർ പിതൃദത്തമായ വിസ്തൃത സാമ്രാജ്യത്തിൻ്റെ അധിപതിയായിരുന്നു. നീതിമാനും ധർമ്മിഷ്ഠനുമായിരുന്നതിനാൽ പ്രജകൾ അദ്ദേഹത്തെ സ്നേഹിച്ചു. സഹോദരനായ ഷാസമാൻ സമർഗന്ധ് എന്ന രാജ്യമാണ് വാണിരുന്നത്. ഈ രാജാക്കന്മാർ ഭരണം തുടങ്ങിയിട്ട് 20 വർഷത്തോളമായി. അവരുടെ പ്രശസ്തിയും പ്രതാപവും ഉച്ചാവസ്ഥയിലായിരുന്ന കാലത്ത് ഷഹരിയാർക്ക് സമർഗന്ധിലെ രാജാവായ സഹോദരനെ കാണണമെന്ന് ആഗ്രഹം തോന്നി. അദ്ദേഹം മന്ത്രിയെ വിളിച്ച് ഉടനെ ഷാസമാനെ കൂട്ടിക്കൊണ്ടുവരണമെന്ന് കൽപ്പിച്ചു. മന്ത്രി അകമ്പടിക്കാരോടൊത്ത് പുറപ്പെട്ടു. സമർഗന്ധിൽ ചെന്ന് ജ്യേഷ്ഠ സഹോദരന്റെ ആഗ്രഹം ഷാസമാനോട് ഉണർത്തിച്ചു. ജ്യേഷ്ഠന്റെ ആജ്ഞ എനിക്കും സന്തോഷകരം തന്നെ. ഷാസമാൻ യാത്രയ്ക്ക് വേണ്ട ഒരുക്കങ്ങൾ ചെയ്തു. ഭരണകാര്യങ്ങൾ തന്റെ മന്ത്രിയെ ഏൽപ്പിച്ച് അദ്ദേഹം സൈന്യത്തോടെ പുറപ്പെട്ടു. കുറച്ചു ദൂരം ചെന്നപ്പോഴാണ് ജ്യേഷ്ഠന് സമർപ്പിക്കാൻ താൻ പ്രത്യേകം കരുതിയിരുന്ന സമ്മാനം കൊണ്ടുപോരാൻ മറന്ന കാര്യം ഷാസമാന് ഓർമ്മ വന്നത്. നേരം അർദ്ധരാത്രിയായിരുന്നു. അദ്ദേഹം കുതിരയെ തിരിച്ചോടിച്ച് കൊട്ടാരത്തിലെത്തിച്ചു. പള്ളിയറ തുറന്നപ്പോൾ ഷാസമാൻ ഞെട്ടിപ്പോയി. മഞ്ചത്തിൽ തൻ്റെ പത്നി ഒരു നീഗ്രോ അടിമയുടെ ആശ്ലേഷത്തിൽ അമർന്നു കിടക്കുന്നു. ലോകം ഇരുളുന്നതായി തോന്നി. ഞാൻ പുറത്തേക്കൊന്ന് ഇറങ്ങിയപ്പോഴേക്കും ഇതാണ് സംഭവിച്ചതെങ്കിൽ, ജ്യേഷ്ഠന്റെ അതിഥിയായി കുറേ നാൾ അവിടെ കഴിഞ്ഞിരുന്നെങ്കിൽ സ്ഥിതി എന്താകുമായിരുന്നു? ഈ ചിന്ത അവസാനിക്കും മുമ്പ് തന്നെ ഷാസമാൻ വാളൂരി ആ മഞ്ചത്തിലിട്ട് തന്നെ ഇരുവരെയും വെട്ടിക്കൊന്നു. ഉടൻ തന്നെ തിരിച്ചുപോയി. വഴിയിൽ കാത്തു നിന്നിരുന്ന പരിവാരങ്ങളെയും കൂട്ടി യാത്ര തുടർന്നു. സഹോദരന്റെ ആഗമനത്തിൽ ഷഹരിയാർ സന്തുഷ്ടനായി. നഗരം അലങ്കരിച്ചു. അനുജനെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്ത് സൽക്കരിച്ചു. ജ്യേഷ്ഠൻ നർമ്മ സംഭാഷണങ്ങൾ തുടങ്ങി. ഷാസമാനാകട്ടെ തൻ്റെ പത്നിയോർത്ത് ഉള്ളിൽ ദുഃഖിക്കുകയായിരുന്നു. 2 നാൾ കൊണ്ട് അദ്ദേഹം വിളർത്ത് ക്ഷീണിച്ചു. അത് യാത്ര കൊണ്ടും വിദേശവാസം കൊണ്ടുമായിരിക്കുമെന്ന് ജ്യേഷ്ഠൻ വിചാരിച്ചു. പക്ഷേ ക്ഷീണം കൂടി വരുന്നത് കണ്ടപ്പോൾ ഷഹരിയാർ ചോദിച്ചു, സഹോദര, എന്താണ് നീ വല്ലാതിരിക്കുന്നത്? നിന്റെ മുഖമാകെ വിളറി കവിൾ ഒട്ടിയിരിക്കുന്നല്ലോ. എൻ്റെ ഹൃദയത്തിന് മുറിവേറ്റിരിക്കുന്നു. ഇത്രയും പറഞ്ഞതല്ലാതെ ഷാസമാൻ പിന്നീട് ഒരു കാര്യവും പറഞ്ഞില്ല. ആകട്ടെ, നമുക്ക് നായാട്ടിന് പോകാം, കുതിരസവാരിയുമാകാം, നിനക്കൊരു ഉന്മേഷം കിട്ടട്ടെ. പക്ഷേ ഷാസമാന് അതിലൊന്നും ഒരു താല്പര്യവും തോന്നിയില്ല. അതുകൊണ്ട് അയാളെ വിശ്രമിക്കാൻ വിട്ട് ഷഹരിയാർ സന്നാഹങ്ങളുമായി നായാട്ടിനിറങ്ങി. ഷാസമാൻ തൻ്റെ മുറിയിലിരുന്ന് ജാലകം തുറന്നിട്ട് ആരാമ ഭംഗി വീക്ഷിച്ചുകൊണ്ടിരുന്നു. അദ്ദേഹം ജാലകപ്പടിയിൽ കൈയൂന്നി പുറത്തേക്ക് നോക്കിക്കൊണ്ട് നിൽക്കുമ്പോൾ കൊട്ടാരത്തിൻ്റെ കവാടം തുറന്ന് 20 സുന്ദരികളും പരിചാരകരായ 20 അടിമകളും തോട്ടത്തിലേക്ക് വന്നു. ഷാസമാൻ അവരുടെ കണ്ണിൽപ്പെടാതെ മാറി നിന്ന് രംഗം നിരീക്ഷിച്ചുകൊണ്ടിരുന്നു. രാജാവായ ജ്യേഷ്ഠന്റെ സൗന്ദര്യത്തിടമ്പായ പത്നിയും രത്നപതക്കം പോലെ അക്കൂട്ടത്തിലുണ്ട്. എല്ലാവരും ഉത്സാഹപൂർവ്വം തോട്ടത്തിലെ മനോഹരമായ ജലാശയത്തിനരികിലേക്ക് നടന്നു. അതിൻ്റെ കരയിലെത്തിയപ്പോൾ വസ്ത്രങ്ങൾ അഴിച്ചുമാറ്റി. ഉടനെ രാജപത്നി മസൂദ്, ഓ മസൂദ് എന്ന് ഉറക്കെ വിളിച്ചു. ഭീമകായനായ ഒരു നീഗ്രോ ഓടിയണഞ്ഞ് അവളെ ആശ്ലേഷിച്ചു. അപ്പോൾ മറ്റുള്ളവരും യഥേഷ്ടം കേളികളിൽ മുഴുകി. ആരാമത്തിലെ ആ രാസക്രീഡ പുലരും വരെ നീണ്ടുനിന്നു. ആ കാഴ്ച കണ്ട് അമ്പരന്ന ഷാസമാൻ വിചാരിച്ചു, ദൈവമേ,
എൻ്റെ നിർഭാഗ്യം ജ്യേഷ്ഠൻ്റേതിനേക്കാൾ എത്ര ലഘുവാണ്. അദ്ദേഹത്തിൻ്റെ ദുഃഖവും അസ്വസ്ഥതയും കുറഞ്ഞു. ഇതെനിക്ക് സംഭവിച്ചതിനേക്കാൾ എത്രയോ ഭീകരമായിരിക്കുന്നു. ഷാസമാന് ഉന്മേഷം തിരിച്ചു കിട്ടി. അദ്ദേഹം രുചിയോടെ ആഹാരം കഴിച്ചു തുടങ്ങി. ഷഹരിയാർ നായാട്ട് കഴിഞ്ഞ് തിരിച്ചെത്തി. സഹോദരൻ്റെ ക്ഷീണം മാറിയിരിക്കുന്നു. നന്നായി ആഹാരം കഴിക്കുന്നുമുണ്ട്. ജ്യേഷ്ഠന് വിസ്മയം തോന്നി. അദ്ദേഹം എന്താണ് കാരണമെന്ന് അന്വേഷിച്ചു. ഷാസ്മാൻ തൻ്റെ ദുഃഖത്തിനും ക്ഷീണത്തിനും കാരണമായ ദുരനുഭവം വിവരിച്ചു തന്നെ പറഞ്ഞു. എന്നാൽ ഉന്മേഷവും ആരോഗ്യവും തിരിച്ചു കിട്ടിയതിൻ്റെ കാരണം മാത്രം പറഞ്ഞില്ല. ദയവായി അതുമാത്രം ചോദിക്കരുത് എന്ന് അനുജൻ അഭ്യർത്ഥിച്ചപ്പോൾ കഥയുടെ ആ ഭാഗം കൂടി കേട്ടേ തീരൂ എന്ന് ഷഹരിയാർ വാശി പിടിച്ചു. ഷാസ്മാൻ ദുഃഖത്തോടെയെങ്കിലും ജ്യേഷ്ഠൻ്റെ അഭാവത്തിൽ അവിടെ നടന്ന സംഭവങ്ങൾ വിവരിച്ച് കേൾപ്പിച്ചു. ഷഹരിയാർ സ്തബ്ധനായി. എൻ്റെ കണ്ണുകൊണ്ട് തന്നെ അതൊന്ന് കാണണം. എങ്കിൽ ഇന്നും നായാട്ടിനെന്ന് പറഞ്ഞ് പുറപ്പെടുക. എന്നിട്ട് സൂത്രത്തിൽ എൻ്റെ കൂടെ ഒളിച്ചിരിക്കുക. അപ്പോൾ സത്യം മനസ്സിലാക്കാം. ഷഹരിയാർ നായാട്ടിനുള്ള ഒരുക്കങ്ങൾ കൂട്ടി പരിവാര സമേതം നഗരം വിട്ടു. വഴിക്ക് കൂടാരമടിച്ചു. അംഗരക്ഷകനെ വിളിച്ച് ആജ്ഞാപിച്ചു, കൂടാരത്തിനുള്ളിലേക്ക് ഒരുത്തനെയും പ്രവേശിപ്പിക്കരുത്. അദ്ദേഹം വ്യാജവേഷം ധരിച്ച് പുറത്തു കടന്നു. കൊട്ടാരത്തിനുള്ളിൽ സഹോദരൻ്റെ മുറിയിലെത്തി ഒളിച്ചിരുന്നു. ഒട്ടു കഴിഞ്ഞപ്പോഴേക്കും രാജപത്നിയും തോഴിമാരും പരിചാരകരായ അടിമകളും തോട്ടത്തിൽ പ്രത്യക്ഷപ്പെട്ടു. എല്ലാം സ്വയം കണ്ടു കഴിഞ്ഞപ്പോൾ ചക്രവർത്തിയായ ഷഹരിയാർക്ക് മനസ്സാന്നിധ്യം നഷ്ടപ്പെട്ടു. നമുക്കിനി അല്ലാഹുവിൻ്റെ മാർഗത്തിലേക്ക് തിരിയാം. നമുക്കിനി രാജപദവിക്ക് അർഹത എവിടെ? ഇതേ അനുഭവമുണ്ടായ ഒരുത്തരെയെങ്കിലും കണ്ടെത്തുന്നതുവരെ ഒരിക്കലുമില്ല. അത് സാധിച്ചില്ലെങ്കിൽ സത്യത്തിൽ നമുക്ക് ജീവിതത്തേക്കാൾ മരണമാണ് ഭേദം. സഹോദരൻ അനുകൂലിച്ചു. ഇരുവരും കൊട്ടാരത്തിലെ ഒരു രഹസ്യമാർഗത്തിലൂടെ പുറത്തേക്കിറങ്ങി. ഒരു രാവും ഒരു പകലും നടന്നു. അവസാനം കടൽ തീരത്തുള്ള വിജനമായ മൈതാനത്തിലെത്തി. ഒരു നീരുറവയിൽ നിന്നും വെള്ളം കുടിച്ചു. അവിടെ കണ്ട വലിയ മരത്തിൻ്റെ ചൂട്ടിൽ വിശ്രമിച്ചു. അല്പം കഴിഞ്ഞപ്പോൾ കടൽ ക്ഷോഭിച്ച് അലറാൻ തുടങ്ങി. ആകാശം മുട്ടുമാറ് ഒരു കറുത്ത ധൂമപടലം ഉയർന്നു. അത് മൈതാനത്തിലേക്ക് നീങ്ങി വന്നു. സഹോദരന്മാർ ഭയപ്പെട്ട് മരത്തിൻ്റെ മുകളിൽ കയറി ഒളിച്ചിരുന്നു. അവർ നോക്കിയിരിക്കെ ആ ധൂമപടലം ഒരു ഭൂതമായി മാറി. കണ്ണിൽ ഒതുങ്ങാത്തത്ര വലിപ്പം. ഭൂതത്തിൻ്റെ ശിരസിൽ ഒരു പെട്ടിയുമുണ്ട്. അത് വൃക്ഷത്തിൻ്റെ ചൂട്ടിലേക്ക് വന്നു. പെട്ടി താഴെ ഇറക്കി മൂടി തുറന്നു. അപ്പോൾ അതിനുള്ളിൽ വേറൊരു പെട്ടി. അതും തുറന്നു. അത്ഭുതകരമായൊരു കാഴ്ചയാണ് കണ്ടത്. പെട്ടിക്കുള്ളിൽ നിന്ന് ഉദയസൂര്യനെ പോലെ ഒരു സ്ത്രീ പുറത്തേക്കിറങ്ങി. കവി വർണ്ണിച്ചിട്ടുള്ളതുപോലെ ഭൂതം തെല്ലു നേരം അവളുടെ സൗന്ദര്യം ആസ്വദിച്ചു. ഹേ സൗന്ദര്യ റാണി, നിന്റെ വിവാഹരാത്രിയിൽ നിന്നെ കണ്ട് ഞാൻ എത്ര കൊതിച്ചു. ഇനി ഞാൻ അല്പമൊന്ന് ഉറങ്ങട്ടെ. ഭൂതം അവളുടെ മടിയിൽ തലവെച്ച് നീണ്ടു നിവർന്നു കിടന്നു. ഭൂതം ഉറക്കമായപ്പോൾ അവൾ തല ഉയർത്തി നോക്കി. മുകളിൽ ഒളിച്ചിരിക്കുന്ന രാജാക്കന്മാരെ കണ്ടു. അവൾ പതുക്കെ ഭൂതത്തിൻ്റെ തല മണ്ണിലിറക്കി വെച്ച് എഴുന്നേറ്റു. ഭയപ്പെടേണ്ട, ഇറങ്ങി വരൂ എന്നർത്ഥത്തിൽ അവൾ ആംഗ്യം കാണിച്ചു. തങ്ങൾക്ക് ഭയമാണെന്ന് അവർ ആംഗ്യങ്ങൾ കൊണ്ട് തന്നെ സൂചിപ്പിച്ചു. ഇറങ്ങി വന്നില്ലെങ്കിൽ ഞാൻ ഭൂതത്തെ വിളിച്ചുണർത്തും എന്നവൾ ഭീഷണിപ്പെടുത്തി. അപ്പോൾ അവർ ഇറങ്ങി വന്നു. ആ സുന്ദരി താനുമായി രമിക്കണമെന്ന് അവരോട് ആജ്ഞാപിച്ചു. ആ സഹോദരന്മാർ മടി പ്രകടിപ്പിച്ചു. ഭൂതത്തെ ഉണർത്തുമെന്ന് അവൾ വീണ്ടും ഭീഷണിപ്പെടുത്തി. അപ്പോൾ അവർ അനുസരിച്ചു. സന്തുഷ്ടയായ അവൾ ഒരു ചെറിയ സഞ്ചിയിൽ നിന്ന് മുദ്രമോതിരങ്ങൾ കോർത്തുണ്ടാക്കിയ നീണ്ട ഹാരം എടുത്തു കാണിച്ചു. അതിൽ 570 മോതിരങ്ങളുണ്ടായിരുന്നു. അവൾ പുഞ്ചിരിയോടെ പറഞ്ഞു, എന്നോടുകൂടി രമിച്ചിട്ടുള്ളവർ സമ്മാനിച്ച മോതിരങ്ങളാണിവ. മരത്തലേനായി ഭൂതം അതൊന്നും അറിഞ്ഞിട്ടില്ല. നിങ്ങളും ഓരോ മോതിരം തരണം. ഇരുവരും ഓരോ മോതിരമൂരി കൊടുത്തു. അവൾ വീണ്ടും പറഞ്ഞു, വിവാഹരാത്രിയിൽ ഈ ഭൂതം എന്നെ അപഹരിച്ചു കൊണ്ടുപോയി ഒരു പെട്ടിയിലടച്ചു. ആ പെട്ടി മറ്റൊരു പെട്ടിയിലിട്ട് പൂട്ടി.
അത് 7 ചങ്ങലകളിട്ട് വീണ്ടും പൂട്ടി. എന്നിട്ട് കടലിനടിയിൽ സൂക്ഷിച്ചു. പക്ഷേ ഈ വിഡ്ഢിക്ക് അറിഞ്ഞുകൂടാ, പെണ്ണുരുമ്പുട്ടാൽ ആർക്കും തടയാനാകില്ലെന്ന്. മാത്രവുമല്ല, കവി എന്താണ് പാടിയിട്ടുള്ളത്? സുഹൃത്തെ, അരുത്, വനിതകളെ വിശ്വസിക്കുകയരുത്. ഈ വാക്കുകൾ കേട്ടപ്പോൾ ഷെഹരിയാറിൻ്റെയും ഷാസമാൻ്റെയും വിസ്മയത്തിന് അതിരുണ്ടായിരുന്നില്ല. അത്ഭുത ശക്തിയുള്ള ഈ ഭൂതത്തിന് ഈ അനുഭവമുണ്ടായത് ഓർക്കുമ്പോൾ നമുക്ക് ദുഃഖിക്കാൻ ഒന്നും തന്നെയില്ല. നാം ആശ്വസിക്കുകയാണ് വേണ്ടത്. ആ സഹോദരന്മാർ സമാധാനത്തോടെ അവളോട് യാത്ര പറഞ്ഞു പിരിഞ്ഞു. ഷാസമാൻ സമ്മർഗന്ധിലേക്ക് പോയി. ഷെഹരിയാർ തൻ്റെ കൊട്ടാരത്തിലേക്കും. ഷെഹരിയാർ കൊട്ടാരത്തിലെത്തിയ ഉടൻ തന്നെ വഞ്ചകിയായ പത്നിയുടെ കഴുത്ത് വെട്ടി. ആ വാൾ കൊണ്ട് തന്നെ അടിമ പെണ്ണുങ്ങളുടെയും പരിചാരകരുടെയും കഴുത്ത് വീശി. നിത്യവും തനിക്കായി ഓരോ കന്യകയെ വീതം കൊണ്ടുവരണമെന്ന് അദ്ദേഹം മന്ത്രിയോട് ആജ്ഞാപിച്ചു. ഒരു രാത്രി കഴിഞ്ഞാൽ രാജാവ് പ്രഭാതത്തിൽ അവളെ കൊന്നുകളയും. ഈ പതിവ് 3 വർഷം തുടർന്നു. ജനങ്ങൾക്ക് ദുഃഖവും പരിഭ്രാന്തിയും പെരുകി. അവർ പെൺമക്കളെയും കൊണ്ട് രാജ്യം വിട്ടു പോകാൻ തുടങ്ങി. ഒടുവിൽ നഗരത്തിൽ ഒരു കന്യക പോലും അവശേഷിച്ചില്ല. ഷെഹരിയാർ അന്നും ഒരുവളെ കൊണ്ടുവരാൻ മന്ത്രിയോട് കൽപ്പിച്ചു. മന്ത്രി കിണഞ്ഞ് പരിശ്രമിച്ചിട്ടും ഒരുവളെയും കണ്ടുകിട്ടിയില്ല. അദ്ദേഹം നിരാശനായി തൻ്റെ ദുർഗതിയോർത്ത് ഭയന്ന് സ്വന്തം വീട്ടിലേക്ക് പോയി. മന്ത്രിക്ക് 2 പെൺമക്കളുണ്ടായിരുന്നു. സൗന്ദര്യത്തിലും ബുദ്ധിയിലും സ്വഭാവ മഹിമയിലും കിടയറ്റവരായിരുന്നു ആ സഹോദരിമാർ. മൂത്തവളുടെ പേര് ഷെഹറസാദ്, ഇളയവളുടെ പേര് ദുന്യസാദ്. ഷെഹറസാദിന് വിപുലമായ ഗ്രന്ഥപരിചയമുണ്ടായിരുന്നു. പഴയ രാജാക്കന്മാരെ സംബന്ധിച്ചുള്ള കഥകളും പൗരാണികരുടെ ചരിത്രവുമെല്ലാം അവൾ വായിച്ചിരുന്നു. അവളുടെ സംഭാഷണത്തിൽ പുരാതന കാലങ്ങളിലെ ജനങ്ങളുടെയും രാജാക്കന്മാരുടെയും കവികളെയും കുറിച്ചെല്ലാമുള്ള കഥകളടങ്ങിയ ഗ്രന്ഥങ്ങളുണ്ടായിരുന്നു. മധുരവും ഉജ്ജ്വലവുമായ അവളുടെ സംഭാഷണം ശ്രവിക്കുന്നത് സംഗീതം ആസ്വദിക്കുന്ന പോലെ ആനന്ദകരമായിരുന്നു. പതിവില്ലാത്ത വിധം പിതാവിൻ്റെ മുഖത്ത് ദുഃഖവും ഭീതിയും നിസ്സഹായതയും നേളിച്ചു കണ്ടപ്പോൾ അവൾക്ക് ആശങ്കയായി. എന്താണ് സംഭവിച്ചത്? മുഖം വല്ലാതെ ഇരിക്കുന്നല്ലോ. കവിവാക്യം ഓർമ്മയില്ലേ? ദുഃഖിതരെ ആശ്വസിക്കൂ, ഒന്നും ചിരസ്ഥായിയല്ല. ഓരോ സുഖവും മാഞ്ഞു പോകുന്നത് പോലെ തന്നെ ഓരോ ദുഃഖവും മാഞ്ഞു പോയിരിക്കും. മകളുടെ മൊഴി കേട്ടപ്പോൾ മന്ത്രി സംഭവങ്ങളെല്ലാം വിവരിച്ചു പറഞ്ഞു. രാജാവിൻ്റെ ചരിത്രം കേട്ടപ്പോൾ ഷെഹർസാദ് ഇങ്ങനെയാണ് പ്രത്യുത്തരം നൽകിയത്. പ്രിയ പിതാവേ, അങ്ങ് എന്നെ ആ രാജാവിന് വിവാഹം ചെയ്തു കൊടുക്കൂ. ഒന്നുകിൽ ഞാൻ മരിക്കും, അല്ലെങ്കിൽ ഞാൻ മുസൽമാന്മാരുടെ പെൺമക്കളുടെ മോചനത്തിന് വഴിതെളിക്കും. സ്നേഹവാനായ ആ പിതാവിൻ്റെ ഉള്ളൊന്ന് പിടഞ്ഞു. ദൈവം നിന്നെ രക്ഷിക്കട്ടെ. നീ അങ്ങനെ ഒരാപത്തിൽ ചെന്ന് ചാടാൻ പാടില്ല. പക്ഷേ അവൾ അചഞ്ചലിയായിരുന്നു. അത് ആവശ്യമാണ്. മകളെ, കാളയും ഉടമസ്ഥന് മൂലം കഴുതയ്ക്കുണ്ടായ ദുർവിധി നിനക്ക് വരരുത്. ഇത് കേൾക്കൂ. ഒരിക്കൽ ഒരു കച്ചവടക്കാരനുണ്ടായിരുന്നു. അയാൾക്ക് ധാരാളം ഭൂസ്വത്തും കന്നുകാലികളും ഉണ്ടായിരുന്നു. അയാൾക്ക് പക്ഷിമൃഗാദികളുടെ ഭാഷയറിയാം. ഒരു ദിവസം കച്ചവടക്കാരൻ്റെ ഉഴവുകാള കഴുതത്തൊഴുത്തിനരികിൽ വന്നു. കഴുത പശിമയുള്ള വൈക്കോലും ബാർലിയും തിന്ന് സൂഖിക്കുന്നു. വല്ലപ്പോഴുമേ യജമാനെ ചുമന്ന് നടക്കേണ്ടതുള്ളൂ. കാളയ്ക്ക് പരിതാപമായി. നീ നല്ല ഭാഗ്യവാനാണ്. നല്ല ഭക്ഷണം, പണി കുറവ്. എൻ്റെ സ്ഥിതിയോ എന്നും ചക്കാട്ടലും ഉഴവും തന്നെ. ആകെ വലഞ്ഞുവെന്നല്ലേ പറയുണ്ടു. കഴുതയ്ക്ക് സഹതാപം തോന്നി. നീ ഞാൻ പറയും പോലെ ചെയ്താൽ നിനക്ക് രക്ഷ കിട്ടും. വയലിൽ കൊണ്ടുപോയി നുകം വയ്ക്കുമ്പോൾ ശേഷിയില്ലാത്തതുപോലെ നിലത്തേക്ക് വീഴണം. തല്ലിയാൽ എണീക്കണം, വീണ്ടും വീഴണം. അപ്പോൾ അഴിച്ചു കൊണ്ടുപോയി തീറ്റിയിട്ട് തരും. പക്ഷേ ആദ്യമൊന്നും തിന്നരുത്. അപ്പോൾ നിനക്ക് രോഗമാണെന്ന് കരുതിക്കൊള്ളും. പിന്നെ കുറേ നാൾ പണിയെടുപ്പിക്കില്ല. കാര്യം കുശാലാകും. അടുത്തുണ്ടായിരുന്ന കച്ചവടക്കാരൻ ഈ സംഭാഷണം മുഴുവനും കേട്ടു. പിറ്റേന്ന് ഉഴവന് കൊണ്ടുപോയ കാളയ്ക്ക് സുഖമില്ലെന്ന് കണ്ടപ്പോൾ അയാൾ കാളയ്ക്ക് പകരം കഴുതയെ പിടിച്ച് നുകത്തിൽ പൂട്ടി. വൈകുന്നേരം തിരിച്ചെത്തിയ കഴുതയെ കണ്ടപ്പോൾ കാള നന്ദി പറഞ്ഞു. പക്ഷേ കഴുത മിണ്ടാതെ മുഖം വീർപ്പിച്ചു നിന്നു.
കച്ചവടക്കാരൻ പിറ്റേന്നും കഴുതയെ പാടുപിടിപ്പിച്ചു. കഴുത ശരിക്കും കഷ്ടത്തിലായി. അന്ന് തിരിച്ചു വന്നപ്പോൾ അത് കാളയോട് പറഞ്ഞു, ഇന്ന് യജമാനൻ പറയുന്നത് കേട്ടു. കാള കൊള്ളാതായിരിക്കുന്നു. കശാപ്പുകാരനെ പിടിച്ചു കൊടുത്തു കളയാം. തൊലി ഉരിഞ്ഞാൽ നല്ലൊരു മേശവിരിയാക്കാം. നിന്റെ ഗതി ഓർക്കുമ്പോൾ എനിക്ക് ഭയമാകുന്നു. കശാപ്പുകാരൻ്റെ കത്തിയെക്കുറിച്ച് ഓർത്തപ്പോൾ കാള നടുങ്ങിപ്പോയി. നാളെ നല്ല ഉഷാറ് കാണിച്ചാലേ രക്ഷയുള്ളൂ. കാള പുൽക്കൂട്ടിൽ തിന്നാനിട്ടിരുന്ന സാധനങ്ങളെല്ലാം വാരി വലിച്ചു തിന്നു. ശക്തി കിട്ടണം. കച്ചവടക്കാരൻ അതെല്ലാം ശ്രദ്ധിച്ചിരുന്നു. പിറ്റേന്ന് കൂലിക്കാരൻ വന്ന് കാളയെ അഴിച്ചു. ഉടമയും തൊഴുത്തിനരികെ എത്തി. കച്ചവടക്കാരൻ്റെ വരവ് കണ്ടപ്പോൾ കാള ഭയന്ന് വെകിളി കാണിക്കാൻ തുടങ്ങി. കച്ചവടക്കാരൻ ആർത്താർത്ത് ചിരിച്ചു. അയാൾ നിലത്ത് വീണ് കിടന്നുരുണ്ട് ചിരിച്ചു. ഭാര്യയ്ക്ക് കാര്യം മനസ്സിലായില്ല. ഇങ്ങനെയൊരു ചിരിയുണ്ടോ? എന്താണിത്ര ചിരിക്കാനുണ്ടായത്? അതോ അതുണ്ടായി. ഞാൻ കണ്ടതും കേട്ടതുമായ കാര്യങ്ങളെക്കുറിച്ചാണ് ചിരിച്ചത്. പക്ഷേ നിന്നോട് പറയാൻ വയ്യ. ആ രഹസ്യം പറഞ്ഞാൽ ഞാൻ മരിച്ചു പോകും. മരിക്കുമെങ്കിൽ മരിക്കട്ടെ, എന്നാലും എനിക്ക് കേട്ടേ തീരൂ. വയ്യ. അത് പറഞ്ഞാൽ പിന്നെ ഞാൻ ജീവിക്കില്ല. എനിക്കറിയാം നിങ്ങൾ എന്നെ പരിഹസിച്ച് ചിരിക്കുകയാണ്. ഭാര്യ ഇടഞ്ഞു, മുഖം കനപ്പിച്ചു. ദുസ്സഹമായപ്പോൾ കച്ചവടക്കാരൻ മക്കളെയെല്ലാം വിളിച്ചു. അധികാരിയെ വരുത്താൻ ആളെ അയച്ചു. മരണപത്രം എഴുതി വെച്ചിട്ട് രഹസ്യം പറഞ്ഞു കളയാം. അയാൾക്ക് ഭാര്യയെ വലിയ സ്നേഹമായിരുന്നു. 120 വർഷമായി ഒരുമിച്ച് ജീവിക്കുന്നു. താൻ മരിച്ചാലും അവളുടെ ഇഷ്ടം നടക്കട്ടെ. അയാൾ ഭാര്യയുടെ ബന്ധുക്കളെയും നാട്ടുകാരെയും വരുത്തി സംഗതികൾ പറഞ്ഞു. വസ്തുത അറിഞ്ഞപ്പോൾ അവരെല്ലാവരും കച്ചവടക്കാരൻ്റെ ഭാര്യയോട് പറഞ്ഞു, ദൈവത്തെ ഓർത്ത് പിടിവാശി ഉപേക്ഷിക്കൂ. നിങ്ങളുടെ കുട്ടികളുടെ അച്ഛൻ്റെ ജീവൻ നഷ്ടപ്പെടുന്ന കാര്യമാണിത്. ഭാര്യയുടെ മറുപടി ഇതായിരുന്നു, അങ്ങേര് മരിച്ചാലും വേണ്ടില്ല, എനിക്കിത് അറിഞ്ഞേ തീരൂ. ആളുകൾ നിരാശരായി. കച്ചവടക്കാരൻ മരണത്തിനു മുമ്പ് ദേഹശുദ്ധി വരുത്താമെന്ന് കരുതി തോട്ടത്തിലേക്ക് ഇറങ്ങി. കച്ചവടക്കാരന് വലിയൊരു പൂവൻകോഴി ഉണ്ടായിരുന്നു. 50 പിടക്കോഴികളെ പ്രീതിപ്പെടുത്തി മേയിച്ചിരുന്ന മിടുക്കനാണവൻ. തോട്ടത്തിൽ വെച്ച് നായ പൂവൻകോഴിയോട് പറഞ്ഞു, യജമാനൻ മരിക്കാൻ പോകുന്ന സമയത്താണോ നിന്റെ വിലസല്? സംഗതി അറിഞ്ഞില്ലേ? കോഴിക്ക് കാര്യം പിടിയില്ലായിരുന്നു. നായ എല്ലാം വിസ്തരിച്ച് പറഞ്ഞു. കോഴി ആശ്ചര്യപ്പെട്ടു. ദൈവമേ, യജമാന് ഇത്ര ബുദ്ധിയില്ലെന്നോ? എനിക്ക് 50 ഭാര്യമാരുണ്ട്. എല്ലാറ്റിനെയും നിലയ്ക്ക് നിർത്തിപ്പോരുന്നു. അദ്ദേഹത്തിന് ഒരു ഭാര്യയേ ഉള്ളൂ. എന്നിട്ട് അതിനെ ഭരിക്കാൻ അറിഞ്ഞുകൂടെന്നോ? കാര്യം വളരെ നിസ്സാരമാണ്. ഒരു വടി വെട്ടി 4 കൊടുത്താൽ പെണ്ണ് പട്ടുപോലെയാകും. കച്ചവടക്കാരൻ ഈ സംഭാഷണം ശ്രദ്ധിച്ചു കേട്ടു. മന്ത്രി കഥ നിർത്തിയിട്ട് മകളോട് പറഞ്ഞു, കച്ചവടക്കാരൻ ഭാര്യയോട് ചെയ്തതുപോലെ നിന്റെ കാര്യത്തിൽ ഞാനും ചെയ്യണമോ? എന്താണ് കച്ചവടക്കാരൻ ചെയ്തത്? ഷെഹ്റസാദ് ചോദിച്ചു. കച്ചവടക്കാരൻ നല്ലൊരു വടി വെട്ടിയെടുത്തു. ഭാര്യയെ അനുനയ സ്വരത്തിൽ വിളിച്ച് ഒരു മുറിക്കുള്ളിൽ കയറ്റി കതകടച്ച് സാക്ഷിയിട്ടു. രഹസ്യം അറിയുകയല്ലേ വേണ്ടൂ എന്ന് ചോദിച്ച് അയാൾ വടിയെടുത്ത് അവളെ അച്ചാലും മുച്ചാലും അടിച്ചു. അവൾ ബോധം കെട്ട് വീണു. ഉണർന്നപ്പോൾ വടിയുമായി നിൽക്കുന്ന ഭർത്താവിനെ കണ്ട് ഭയന്നു. പൊറുക്കണം, എന്നോട് ക്ഷമിക്കണം, ഞാനിനി ഒന്നും മറുത്ത് പറയില്ല. അവൾ അയാളുടെ കാൽക്കൽ കണ്ണീർ ചൊരിഞ്ഞു. പിന്നെ അവൾ എഴുന്നേറ്റു. മുറി തുറന്ന് ഭാര്യയും ഭർത്താവും രഞ്ജിപ്പിൽ വരുന്നത് കണ്ട് ബന്ധുക്കളും നാട്ടുകാരും ചിരിച്ചു പിരിഞ്ഞു. കഥ മുഴുവൻ കേട്ടുകഴിഞ്ഞിട്ടും ഷെഹ്റസാദ് പിതാവിനോട് അപേക്ഷിച്ചു, എന്തായാലും അങ്ങ് ഞാൻ ആഗ്രഹിച്ച പ്രകാരം ചെയ്തു തരണം. മകളെ ഇനിയും വിലക്കിയതുകൊണ്ട് കാര്യമില്ലെന്ന് തോന്നിയപ്പോൾ വിവാഹ വസ്ത്രങ്ങൾ ഒരുക്കിക്കൊള്ളാൻ നിർദ്ദേശിച്ച് അദ്ദേഹം രാജാവിനെ മുഖം കാണിക്കാൻ പോയി. ഷെഹ്റസാദ് അനുജത്തിയായ ദുന്യാസാദിനെ വാത്സല്യപൂർവ്വം അരികിൽ വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ രാജാവിൻ്റെ ഭാര്യയായാൽ നിന്നെ കൊട്ടാരത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരാൻ ആളെ അയക്കും. ആദ്യ രാത്രിയിൽ കുറേ നേരം ഞങ്ങൾ ഒരുമിച്ച് കഴിയും. രാജാവിന് എന്നിലുള്ള താല്പര്യം തൽക്കാലം തീരും. പ്രഭാതമാകാൻ വളരെ നേരം പിന്നെയും കഴിയണം. അപ്പോൾ നീ വന്ന് എന്നോട് അപേക്ഷിക്കണം.
ജ്യേഷ്ഠത്തിക്ക് ഒരുപാട് കഥകൾ അറിയാമല്ലോ, അത്ഭുതകരമായ കഥകൾ. ചിലതൊക്കെ പറയാമോ? രാത്രി എത്ര രസകരമാകും എന്ന്. അപ്പോൾ ഞാൻ കഥ പറയും. ദൈവാനുഗ്രഹമുണ്ടെങ്കിൽ ആ കഥകൾ മുസൽമാന്മാരുടെ പെൺകുട്ടികളെ രക്ഷിക്കും. മന്ത്രി കൊട്ടാരത്തിൽ നിന്ന് തിരിച്ചെത്തി. വിവാഹ വസ്ത്രങ്ങൾ അഴിഞ്ഞ ഷെഹ്റസാദിനെയും കൊണ്ട് രാജസന്നിധിയിലേക്ക് ചെന്നു. നമുക്ക് വേണ്ടത് ഹാജരാക്കിയിട്ടുണ്ടോ? അടിയൻ. അവിടുത്തെ ആജ്ഞ, മന്ത്രി ഉണർത്തിച്ചു. രാജാവ് ഷെഹ്റസാദിനെ അന്തപുരത്തിലേക്ക് കൊണ്ടുപോയി. ഷഹരിയാർ മഞ്ചത്തിൽ വന്നിരുന്നപ്പോൾ അവൾ ഏങ്ങി ഏങ്ങി കരഞ്ഞു. എന്താണ്? എന്തു പറ്റി? ഷഹരിയാർ ചോദിച്ചു. പ്രഭു, എനിക്കൊരു കൊച്ചനുജത്തിയുണ്ട്. അവളെ കണ്ട് യാത്ര പറയാൻ അനുവദിക്കണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു. രാജാവ് ഉടനെ ഷെഹ്റസാദിന്റെ സഹോദരിയെ കൂട്ടിക്കൊണ്ടുവരാൻ ആളെ അയച്ചു. ദുന്യസാദ് വന്നു. മഞ്ചത്തിലിരിക്കുന്ന ജ്യേഷ്ഠത്തിയുടെ കഴുത്തിൽ കെട്ടിപ്പിടിച്ച് ഇരുവരും കണ്ണീരൊഴുക്കി. കുറച്ചു കഴിഞ്ഞപ്പോൾ ആ കൊച്ചു സഹോദരി മഞ്ചത്തിന് താഴെ പരവതാനിയിലിരുന്നു. ചക്രവർത്തി ഷെഹ്റസാദിനെ ആശ്ലേഷിച്ചു. രാത്രിയുടെ അന്ത്യയാമങ്ങൾ കഴിഞ്ഞപ്പോൾ ദുന്യസാദ് ഷെഹ്റസാദിനോട് പറഞ്ഞു, ജ്യേഷ്ഠത്തി, ദൈവം തുണയായിരിക്കട്ടെ. നേരം പോകുന്നില്ല. ജ്യേഷ്ഠത്തിക്ക് അത്ഭുതകരമായ ഒരുപാട് കഥകൾ അറിയാമല്ലോ. ചിലത് ഞങ്ങളോട് പറയൂ. രാത്രി രസകരമാകട്ടെ. ഷെഹ്റസാദ് പറഞ്ഞു. മഹാനും ഉദാരനുമായ തിരുമനസിന്റെ ആജ്ഞയുണ്ടെങ്കിൽ അത് സന്തോഷകരമായ കടമയാണ്. ഷഹരിയാർ അത് കേട്ടു. അദ്ദേഹം ഉറക്കം വരാതെ ക്ലേശിക്കുകയായിരുന്നു. പോരാത്തതിന് കഥാപ്രിയനുമായിരുന്നു അദ്ദേഹം. അദ്ദേഹം ഉത്സാഹത്തോടെ എഴുന്നേറ്റിരുന്നു. അന്ന് മുതൽ ഓരോ രാവുകളിലും ഷെഹ്റസാദ് ഓരോ പുതുമയുള്ള കഥ പറയാൻ തുടങ്ങി. വളരെ പണ്ടാണ് ബസ്രയിൽ സെയിൻ എന്നു പേരായ ഒരു സുൽത്താൻ നാടുവാണിരുന്നു. സുന്ദരനും ധീരനും വളരെ ഉദാരനുമായിരുന്നു അദ്ദേഹം. പക്ഷേ ഒരു വലിയ ദോഷമുണ്ടായിരുന്നു. സെയിൻ ധൂർത്തനായിരുന്നു. ദുരാഗ്രഹികളായ ചങ്ങാതിമാരെ തൃപ്തിപ്പെടുത്താനും സുഖഭോഗങ്ങളിൽ മുഴുകുവാനുമായി സുൽത്താൻ ഭണ്ഡാരം മുഴുവൻ ധൂർത്തടിച്ചു. കുറേ നാൾ കഴിഞ്ഞപ്പോൾ ഒരു ദിവസം മന്ത്രി ഭണ്ഡാരം ശൂന്യമായ ദുഃഖവാർത്ത സുൽത്താനെ അറിയിച്ചു. സുൽത്താൻ തൻ്റെ ദാരിദ്ര്യാവസ്ഥയോർത്ത് പരിതപിച്ചു. കഠിനമായി പശ്ചാത്താപിച്ചു. അദ്ദേഹം സ്വയം വിചാരിച്ചു, സെയിൻ, നിനക്കിനി യാതൊന്നും അവശേഷിച്ചിട്ടില്ല. ചെങ്ങാതികളെയും വെപ്പാട്ടികളെയും എല്ലാം വെടിഞ്ഞ് ഒളിച്ചോടുകയേ ഗതിയുള്ളൂ. അപമാനിതനായ ദരിദ്ര രാജാവായി കഴിയുന്നതിനേക്കാൾ യാചകനായി തെരുവിൽ കഴിയുന്നതാണ് ഭേദം. ദാരിദ്ര്യാവസ്ഥയേക്കാൾ ഭേദം ശ്മശാനമാണെന്നാണല്ലോ പഴമൊഴി. അർദ്ധരാത്രിയാകുവോളം സെയിൻ ഇങ്ങനെ വിചാരിച്ച് കഴിച്ചു. പിന്നെ എഴുന്നേറ്റ് ആരും അറിയാതെ പുറത്തേക്ക് നടന്നു. അപ്പോഴാണ് ഒരു കാര്യം ഓർമ്മ വന്നത്. പിതാവ് മരിക്കുന്നതിന് മുമ്പ് തന്നെ അടുത്ത് വിളിച്ചോതിയ വാക്യങ്ങൾ. മകനെ, ഓർത്തുകൊള്ളൂ, ദുഷ്കാലം നിന്നെ പിടിപെട്ടാൽ എൻ്റെ ഗ്രന്ഥപുരയിൽ ചെന്ന് ചികഞ്ഞു നോക്കണം. നിനക്ക് ഒരു നിധി ലഭിക്കും. സെയിൻ ഉടനെ പിതാവിൻ്റെ ഗ്രന്ഥപുരയിൽ കടന്ന് പരിശോധന തുടങ്ങി. പൊടി പിടിച്ച് അങ്ങിങ്ങ് അട്ടികളായിരിക്കുന്ന ഗ്രന്ഥങ്ങളും രേഖകളുമെല്ലാം വാരി വലിച്ചിട്ട് ചികഞ്ഞു നോക്കി. അതിലെങ്ങും സ്വർണത്തിൻ്റെയോ വെള്ളിയുടെയോ ഒരു പൊട്ട് പോലുമില്ല. സെയിൻ നിരാശനായി ഈർഷ്യയോടെ അവയെല്ലാം വലിച്ചെറിഞ്ഞു. അപ്പോൾ കനത്ത എന്തോ ലോഹം താഴെ വീണ പോലൊരു ശബ്ദം കേട്ടു. സുൽത്താൻ ഓടിച്ചെന്ന് നോക്കിയപ്പോൾ ചെമ്പുകൊണ്ടുള്ള ചെറിയൊരു കുഴലാണത്. പിതാവിൻ്റെ മുദ്ര വെച്ച് അടച്ചിട്ടുള്ള കുഴൽ. സെയിൻ മുദ്ര പൊട്ടിച്ചു നോക്കിയപ്പോൾ കുഴലിൽ ഒരു കടലാസ് ചുരുൾ കണ്ടു. ഉടനെ നിവർത്തി വായിച്ചു നോക്കി. മകനെ, ഒരു തൂമ്പയെടുത്ത് കൊട്ടാരത്തിൽ എൻ്റെ വിശ്രമമുറിയുടെ തറ കുഴിച്ചു നോക്കുക. യാചകനാവാനല്ല, തൊഴിലാളിയാകാനാണ് എൻ്റെ വിധിയെന്ന് തോന്നുന്നു. എന്തായാലും പിതാവിൻ്റെ ആഗ്രഹമല്ലേ, അനാദരിക്കാൻ വയ്യ. ഇങ്ങനെ വിചാരിച്ച് സെയിൻ തോട്ടക്കാരൻ്റെ കയ്യിൽ നിന്നും തൂമ്പയും വാങ്ങി പിതാവ് വിശ്രമിച്ചിരുന്ന അറയുടെ തറ കുഴിക്കാൻ തുടങ്ങി. കുറച്ച് കുഴിച്ചപ്പോൾ തൂമ്പ ഒരു ലോഹ വളയത്തിൽ തട്ടി. സുൽത്താൻ വളയം പിടിച്ചു വലിച്ചു. ഇളകുന്നില്ല. കൈയും കെട്ടി നിധിയുടെ ആഗമനം കാത്തിരിക്കുകയല്ലാതെ രാജാക്കന്മാർക്ക് എന്നാണ് ഭൂമി കുത്തിക്കുഴിക്കേണ്ടി വന്നിട്ടുള്ളത് എന്ന ചിന്തയോടെ
സുൽത്താൻ എല്ലാ ശക്തിയും പ്രയോഗിച്ച് ആഞ്ഞു വലിച്ചു. ഒരു മാർബിൾ പലകം പൊങ്ങി വന്നു. നോക്കിയപ്പോൾ അതിനടിയിൽ പൂട്ടിക്കിടക്കുന്ന ഒരു ഇരുമ്പ് കവാടം. സെയിൻ കവാടം കുത്തി തുറന്നു. കോണിയിൽ കൂടി കീഴോട്ടിറങ്ങി. ചൈനയിലെ മാർബിൾ കൊണ്ട് പടുത്ത ഒരറയിലേക്കാണ് ഇറങ്ങിച്ചെന്നത്. അവിടെ 4 വലിയ മേശകളുടെ പുറത്തായി 10 പളുങ്ക് ഭരണികൾ ഇരിക്കുന്നു. ഭരണിക്കുള്ളിൽ എന്തായിരിക്കും? പഴയ വീഞ്ഞായിരിക്കുമോ? എങ്കിലത് ഒന്നാന്തരമായിരിക്കും. സെയിൻ ഒരു ഭരണി തുറന്നു നോക്കി. അതിശയം! അത് നിറയെ സ്വർണമാണ്. സെയിൻ ആനന്ദം കൊണ്ട് തുള്ളിച്ചാടി. മറ്റൊരു ഭരണി തുറന്നു. അത് നിറയെ കനകപ്പൊടി. 40 ഭരണികളിലായി അളവില്ലാത്ത ധനം സംഭരിച്ചു വെച്ചിരിക്കുന്നു. സെയിൻ ഒരു ഭരണിയിലെ സ്വർണ്ണ പൊടിയെടുത്ത് തൻ്റെ ശിരസിൽ അഭിഷേകം ചെയ്ത് ആർത്തു വിളിച്ചു, സുൽത്താൻ സെയിൻ, സുൽത്താൻ സെയിൻ. സെയിൻ എല്ലാ ഭരണികളിലെയും സ്വർണം നിലത്തു ചൊരിഞ്ഞു. സ്വർണത്തിൻ്റെ പ്രകാശം കൊണ്ട് അറയുടെ ഭിത്തികൾ തിളങ്ങി. സെയിൻ സ്വർണ്ണ കൂമ്പാരത്തിൽ നിന്ന് എഴുന്നേറ്റ് ആ മുറിയുടെ മുക്കും മൂലയും പരിശോധിച്ചു. ഒരു മൂലയിൽ നിന്ന് ചെറിയൊരു ചെമ്പുകുഴൽ കണ്ടുകെട്ടി. സെയിൻ അത് തുറന്നു നോക്കി. രത്നം പതിച്ച ഒരു സ്വർണ്ണ താക്കോലാണ് കിട്ടിയത്. ഇതിൻ്റേതാണ് ഈ താക്കോൽ? സെയിൻ ആലോചനയിൽ മുഴുകി. വീണ്ടും മുറിയുടെ ഭിത്തികൾ സൂക്ഷ്മമായി പരിശോധിച്ചു. അപ്പോൾ ചെറിയൊരു താക്കോൽ പഴുതു കണ്ടു. സ്വർണ്ണ താക്കോലിട്ട് തിരിച്ചു. ഒരു കവാടം തുറന്നു. കൂടുതൽ മനോഹരമായ ഒരറയിലേക്കാണ് പ്രവേശിച്ചത്. തിളങ്ങുന്ന പച്ച നിറത്തിലുള്ള ഭിത്തികൾ. താൻ കടലിനടിയിൽ നിൽക്കുന്നത് പോലെയാണ് സുൽത്താന് തോന്നിയത്. അവിടെ ഒരു സ്വർണ്ണ മണ്ഡപത്തിൽ നിശ്ചലരായി നിൽക്കുന്ന 6 കന്യകമാർ. നിലാവ് കൊണ്ടാണ് അവരെ നിർമ്മിച്ചതെന്ന് തോന്നും. സെയിൻ അടുത്തേക്ക് ചെന്ന് സൂക്ഷിച്ചു നോക്കി. നിർജീവ പ്രതിമകളാണ്. രത്നത്തിൽ കടഞ്ഞെടുത്ത പ്രതിമകൾ. ദൈവമേ, എവിടെ നിന്നാണ് എൻ്റെ പിതാവിന് ഇതെല്ലാം കൈവന്നത്? സെയിൻ ആ അത്ഭുത ശില്പങ്ങൾ ഒന്നുകൂടി പരിശോധിച്ചു നോക്കി. അപ്പോഴാണ് 7ാമത് ഒരു പീഠം ഒഴിഞ്ഞു കിടക്കുന്നതായി കണ്ടത്. ആ പീഠത്തിൽ കിടന്നിരുന്ന സിൽക്ക് തുണി എടുത്ത് നിവർത്തി നോക്കി. അതിൽ വർണ്ണോജ്വലമായ നൂലുകൊണ്ട് ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു: മകനെ, ഞാൻ ഈ രത്നങ്ങളെല്ലാം നേടിയത് കഠിനാധ്വാനം കൊണ്ടാണ്. അവർ സുന്ദരിമാരാണ്, പക്ഷേ അവരെക്കാൾ സുന്ദരിമാരില്ലെന്ന് കരുതരുത്. 7ാമത് ഒരു സുന്ദരിയുണ്ട്. അവൾക്ക് ഇവരെക്കാൾ 1000 ഇരട്ടി സൗന്ദര്യമുണ്ട്. അവളെ കണ്ടെത്തി ഈ പീഠത്തിൽ പ്രതിഷ്ഠിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ നീ കെയ്റോയിലേക്ക് പോകണം. അവിടെ എൻ്റെ വിശ്വസ്തനായിരുന്ന വൃദ്ധനായ ഒരടിമയുണ്ട്. മുബാറക് എന്നാണ് അയാളുടെ പേര്. അയാളോട് എല്ലാം തുറന്നു പറയുക. അയാൾ നിന്നെ ഒരു അനുപമ സുന്ദരിയുടെ സങ്കേതത്തിലേക്ക് നയിക്കും. അവളെ നിനക്ക് ലഭിക്കും. ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ. സന്ദേശം വായിച്ചു കഴിഞ്ഞപ്പോൾ സെയിൻ ആലോചിച്ചുറപ്പിച്ചു. ഉടനെ കെയ്റോയിലേക്ക് പോകണം. ഇവരെക്കാൾ 1000 മടങ്ങ് സൗന്ദര്യമുള്ള അവളെ കൊണ്ടുവരിക തന്നെ വേണം. സെയിൻ കുറെ സ്വർണ്ണ നാണയങ്ങളും വാരിയെടുത്ത് പുറത്തേക്ക് കടന്നു. നിധിയറ ഭദ്രമായി അടച്ച് കൊട്ടാരത്തിൽ തൻ്റെ രഹസ്യമുറിയിൽ ചെന്ന് കിടന്നുറങ്ങി. പിറ്റേന്ന് സുൽത്താൻ മന്ത്രിമാരെയും അമീർമാരെയും വിളിച്ചു വരുത്തി താൻ കെയ്റോയിലേക്ക് പുറപ്പെടുന്ന വിവരം പ്രഖ്യാപിച്ചു. ഭരണകാര്യങ്ങൾ മന്ത്രിയെ ഏൽപ്പിച്ചു. വലിയ ആഘോഷമൊന്നും കൂടാതെ വിശ്വസ്തരായ ചില പരിചാരകരെയും കൂട്ടി സെയിൻ കെയ്റോയിലേക്ക് പുറപ്പെട്ടു. കെയ്റോയിൽ അന്വേഷിച്ചതിൽ മുബാറക് എന്ന പേരിൽ അറിയാൻ കഴിഞ്ഞത് കച്ചവടക്കാരുടെ തലവനായ ഒരു മഹാസമ്പന്നയായിരുന്നു. പാവങ്ങൾക്ക് എപ്പോഴും പടി തുറന്നിട്ട് കൊടുക്കുന്ന ആ ഉദാരൻ്റെ അരമനയിലേക്ക് ചെന്നു. വർത്തക നേതാവ് അതിഥിയെ സ്നേഹപൂർവ്വം സ്വീകരിച്ച് സൽക്കരിച്ചു. ആരാണെന്നോ എന്തിന് വന്നെന്നോ പോലും ചോദിക്കാത്ത ആതിഥേയൻ്റെ സൗമനസ്യം മനസ്സിലാക്കി സെയിൻ അങ്ങോട്ട് പറഞ്ഞു, ഞാൻ ബസ്രയിൽ നിന്നാണ് വരുന്നത്. അന്തരിച്ചു പോയ എൻ്റെ പിതാവിൻ്റെ വിശ്വസ്തനായിരുന്ന മുബാറക്കിനെ അന്വേഷിച്ചാണ് ഇറങ്ങിയത്. ഞാൻ ബസ്രയിലെ സുൽത്താനാണ്. സെയിൻ എന്നാണ് എൻ്റെ പേര്. സുൽത്താൻ പറഞ്ഞു തീരുന്നതിന് മുമ്പ് ആ സമ്പന്ന വർത്തകൻ എഴുന്നേറ്റ് അദ്ദേഹത്തിൻ്റെ കാൽക്കൽ വീണു. ഞാൻ അവിടുത്തെ അടിമയാണ്. അവിടുത്തെ ആജ്ഞ അനുസരിക്കേണ്ടവനാണ്. ഇതവിടുത്തെ കൊട്ടാരമാണ്.
സെയിൻ മുബാറക്കിനെ പിടിച്ചെഴുന്നേൽപ്പിച്ച് തൻ്റെ ചരിത്രം മുഴുവൻ പറഞ്ഞു. അങ്ങനെ ഞാൻ ഈജിപ്തിൽ വന്നത് നിങ്ങളുടെ സഹായത്തോടെ 7ാമത്തെ രത്നകനികയെ നേടാനാണ്. അപ്പോൾ മുബാറക് പറഞ്ഞു, ആ കൃത്യത്തിൽ സഹായിക്കുന്നത് എൻ്റെ സന്തോഷകരമായ കടമയാണ്. പുറപ്പെടുന്നതിന് മുമ്പ് അങ്ങ് അല്പം വിശ്രമിച്ച് എൻ്റെ സൽക്കാരം സ്വീകരിക്കണം. പക്ഷേ അതിനൊന്നും താമസിക്കാതെ പുറപ്പെടണമെന്ന് സെയിൻ ആവശ്യപ്പെട്ടു. ഈ സാഹസകൃത്യത്തിലുണ്ടാകുന്ന ആപത്തുകളെക്കുറിച്ച് ആലോചിച്ചിട്ടുണ്ടോ? 7ാമത്തെ രത്നകനിക 3 ദ്വീപുകളുടെ രാജാവായ ഒരു വൃദ്ധന്റെ കൊട്ടാരത്തിലാണ്. തികഞ്ഞ മാന്ത്രികർക്കല്ലാതെ ആ ദ്വീപുകളിൽ കാലുകുത്താനാകില്ല. അവിടെ ചെല്ലാവുന്ന ചുരുക്കം പേരിൽ ഒരാളാണ് ഞാൻ. എങ്കിൽ പോലും കാര്യം അപകടകരമാണ്. മുബാറക്കിന്റെ വാക്ക് കേട്ടപ്പോൾ സെയിൻ പറഞ്ഞു, ആപത്തുകളെക്കുറിച്ച് എനിക്ക് ഭയമില്ല. നാം ആ വൃദ്ധന്റെ കൊട്ടാരത്തിലെത്തിയേ തീരും. ഇരുവരും വേണ്ട സജ്ജീകരണങ്ങളോടെ പുറപ്പെട്ടു. അനവധി ദിവസം കൊണ്ട് അപരിചിതങ്ങളും അത്ഭുതകരങ്ങളുമായ ഒട്ടേറെ ഭൂപ്രദേശങ്ങൾ തരണം ചെയ്ത് ഒരു താഴ്വരയിലെത്തി. പരിചാരകരെ അവിടെ താവളത്തിലാക്കി. സെയിനും മുബാറക്കും പർവ്വതത്തിന്റെ അടിവാരത്തിലേക്ക് നടന്നു. വിലക്കപ്പെട്ട ആ ദ്വീപുകളിലേക്കുള്ള പ്രവേശന കവാടത്തിലാണ് നാം ഇപ്പോൾ നിൽക്കുന്നത്. ആകാശം മുട്ടി നിൽക്കുന്ന ആ കൂറ്റൻ പർവ്വതം കണ്ട് സെയിൻ ചോദിച്ചു, എങ്ങനെയാണ് ഈ മല കയറി ഇറങ്ങുക? ആരാണ് നമുക്ക് ചിറക് തരിക? ഉടൻ മുബാറക്ക് കീശയിൽ നിന്നും ഒരു പഴയ ഗ്രന്ഥമെടുത്തു. വളരെ അപരിചിതമായ ഏതോ ഭാഷയിൽ ചില സൂത്രങ്ങൾ ഉരുവിട്ടു. ഉടനെ പർവ്വതം പിളർന്ന് ഇരുവശങ്ങളിലേക്ക് നീങ്ങി. നടുവിൽ നടന്നു പോകാവുന്ന പാത പ്രത്യക്ഷപ്പെട്ടു. ഇരുവരും നടന്ന് മറുവശത്തെത്തി. ഉടനെ പർവ്വത ഭാഗങ്ങൾ കൂടിച്ചേർന്ന് പൂർവാവസ്ഥയിലായി. അവർ ചെന്നത് വലിയൊരു തടാകത്തിന്റെ തീരത്താണ്. കടലിനോളം വലിപ്പമുള്ള ഒരു തടാകം. അതിൽ വളരെ അകലെയായി 3 ദ്വീപുകളുണ്ടായിരുന്നു. മുബാറക് തടാകത്തിന്റെ തീരത്ത് വിശ്രമിച്ചു. പ്രഭു, ആ ദ്വീപുകളാണ് നമ്മുടെ ലക്ഷ്യം. അവ സ്വർഗത്തിലെ ആരാമം പോലെ സുന്ദരമാണ്. പക്ഷേ നാം എങ്ങനെ എത്തിച്ചേരും? അക്കാര്യത്തിൽ ക്ലേശിക്കേണ്ട. ഉടനെ ഒരു തോണി പ്രത്യക്ഷപ്പെടും. ഒരു കാര്യം, ഒന്നിലും അത്ഭുതവും അമ്പരപ്പും കാണിക്കരുത്. ഭയപ്പെടുകയോ പിന്തിരികുകയോ അരുത്. ഒരക്ഷരവും ശബ്ദിച്ചു പോകരുത്. ശബ്ദിച്ചാൽ തോണി ആഴത്തിലേക്ക് മുങ്ങിപ്പോകും. സെയിൻ മുബാറക്കിന്റെ എല്ലാ നിർദ്ദേശങ്ങളും പാലിച്ചു കൊള്ളാമെന്ന് സമ്മതിച്ചു. അവർ സംസാരിച്ചു കൊണ്ടിരിക്കെ പെട്ടെന്ന് ഒരു തോണി പ്രത്യക്ഷപ്പെട്ടു. വെള്ളത്തിൽ നിന്നോ ആകാശത്തിൽ നിന്നോ ഒന്നും അറിയാൻ കഴിഞ്ഞില്ല. തോണി രക്തചന്ദനം കൊണ്ടുണ്ടാക്കിയതാണ്. പട്ടു തുണികളാൽ അലങ്കൃതമാണ്. തോണിക്കാരൻ്റെ ഉടൽ മനുഷ്യൻ്റേതും തല ആനയുടേതുമാണ്. ആ അത്ഭുത ജീവി തുമ്പിക്കൈ കൊണ്ട് ഇരുവരെയും തോണിയിലേക്ക് എടുത്തു വച്ചു. തുമ്പിക്കൈ കൊണ്ട് തന്നെ തോണി തുഴഞ്ഞു. വലിയ ചെവികൾ നിവർത്തിപ്പിടിച്ച് കാറ്റിൻ്റെ ഗതി അനുകൂലമാക്കി. തോണി പക്ഷിയെപ്പോലെ പറന്ന് ഒരു ദ്വീപിൻ്റെ തീരത്തണഞ്ഞു. സെയിനും മുബാറക്കും കരയ്ക്കിറങ്ങി. തോണിയും തോണിക്കാരനും ഉടനെ അപ്രത്യക്ഷമായി. അവർ ദ്വീപിലെ കൊട്ടാരത്തിന് നേരെ നടന്നു. വഴി നീളെ വർണ്ണശബളമായ രത്നങ്ങൾ പതിച്ചിരിക്കുന്നു. രത്നനിർമ്മിതമായ കൊട്ടാരത്തിനു ചുറ്റും വെള്ളം നിറഞ്ഞു കിടക്കുന്ന കിടങ്ങ്. അതിൻ്റെ തീരത്തുള്ള ഉന്നത വൃക്ഷങ്ങളുടെ തണലിലാണ് കൊട്ടാരം. ആമത്തോടുകൊണ്ടുള്ള ചെറിയൊരു പാലം കൊട്ടാരത്തിൻ്റെ സ്വർണ്ണ കവാടത്തിലേക്ക് നയിക്കുന്നു. പാലത്തിനടുത്ത് ചെന്നപ്പോൾ മുബാറക് പറഞ്ഞു, ഇനി മുമ്പോട്ട് കടക്കണമെങ്കിൽ ഒരു മാന്ത്രിക വിദ്യ പ്രയോഗിക്കണം. അയാൾ 4 സിൽക്ക് നാടകളെടുത്ത് 2 എണ്ണം സുൽത്താൻ കൊടുത്തു. ഇരുവരും ഓരോ നാട അരയിൽ കെട്ടി, ഓരോന്ന് തോളത്തിട്ടു. പിന്നെ നിലത്തൊരു വസ്ത്രം വിരിച്ച് സുഗന്ധദ്രവ്യങ്ങൾ തെളിച്ച് ഏതോ മന്ത്രം ജപിച്ചു. ഇരുവരും വസ്ത്രത്തിലിരുന്നു. മുബാറക് പറഞ്ഞു, ഞാനിപ്പോൾ വൃദ്ധനെ വരുത്താം. അയാൾ കോപിച്ചിരിക്കുന്ന സമയമാണോ എന്നറിയില്ല. അയാൾക്ക് നമ്മോട് വിരോധമാണ് തോന്നുന്നതെങ്കിൽ ഒരു ഭീകര രാക്ഷസ രൂപത്തിലായിരിക്കും പ്രത്യക്ഷപ്പെടുക. നീരസമില്ലെങ്കിൽ സൗമ്യശീലനായ ഒരു വൃദ്ധനായിട്ടാണ് വരിക. ഏത് വേഷത്തിൽ വന്നാലും ആദരവോടെ എഴുന്നേൽക്കണം. പക്ഷേ ഈ വസ്ത്രത്തിൽ തന്നെ നിൽക്കണം. അയാളെ വന്ദിച്ചുകൊണ്ട് ഇങ്ങനെ പറയണം, രാജാക്കന്മാരുടെ രാജാവേ, ഞങ്ങൾ അങ്ങയുടെ സാമ്രാജ്യത്തിൽ വന്നിരിക്കുന്നു.
ഞാൻ അങ്ങയുടെ അടിമയായ ബസ്രയിലെ സുൽത്താനാണ്. എൻ്റെ പിതാവിനോട് അങ്ങ് കാണിച്ച ഔദാര്യം എന്നോടും കാണിക്കണമെന്ന് അപേക്ഷിക്കാനാണ് ഞാനിപ്പോൾ വന്നത്. അപ്പോൾ എന്താണ് വേണ്ടതെന്ന് അയാൾ ചോദിക്കും. ഉടനെ പറയണം, പ്രഭു, 7ാമത്തെ രത്നകനികയെ എനിക്ക് നൽകണം. സെയിൻ എല്ലാം ശ്രദ്ധിച്ചു കേട്ട് തലകുലുക്കി. മുബാറക് ജപവും ഹോമങ്ങളും തുടങ്ങി. സൂര്യബിംബം കരിമേഘത്താൽ ആവൃതമായി. രത്നവർണ്ണത്തിൽ മിന്നലും തുടർന്ന് ഇടിനാദവും ഉണ്ടായി. ഒരു ചുഴലിക്കാറ്റ് പാഞ്ഞെടുത്തു. അതിൻ്റെ നടുവിൽ നിന്ന് ഭീകരമായൊരു വിലാപം മുഴങ്ങി. സെയിൻ ഭയപ്പെട്ടുവെങ്കിലും അത് മറച്ചു പിടിച്ചു. ഇത് ഒരപശകുനമായിരിക്കുന്നുവല്ലോ എന്ന് സുൽത്താൻ മന്ത്രിക്കുന്നത് കേട്ട് മുബാറക് ഉള്ളിൽ ചിരിച്ചു. അല്ല, നേരെ മറിച്ചാണ്. എല്ലാം ശരിയാകുന്നുണ്ട്. അയാൾ അത് പറഞ്ഞു തീരും മുമ്പ് ദ്വീപിലെ വൃദ്ധൻ മനുഷ്യരൂപത്തിൽ പ്രത്യക്ഷപ്പെട്ടു. വൃദ്ധൻ സുൽത്താനെ നോക്കി പിതാവിനെ പോലെ പുഞ്ചിരി തൂകി. സെയിൻ എഴുന്നേറ്റ് അഭിവാദ്യം ചെയ്ത് മുബാറക് ഉപദേശിച്ചതുപോലെ അപേക്ഷ സമർപ്പിച്ചു. വൃദ്ധൻ കൂടുതൽ ഹൃദ്യമായ പുഞ്ചിരിയോടെ പറഞ്ഞു, നിന്റെ പിതാവിനോട് എനിക്ക് വളരെ സ്നേഹമായിരുന്നു. ഓരോ തവണ വരുമ്പോഴും ഞാൻ അദ്ദേഹത്തിന് ഓരോ രത്നകന്യകയെ നൽകാറുണ്ട്. നിന്നോടും എനിക്ക് സ്നേഹം തന്നെ. പിതാവിൻ്റേതായി നിനക്ക് കിട്ടിയ 2 സന്ദേശങ്ങളും എൻ്റെ പ്രേരണയാൽ എഴുതി വെച്ചതാണ്. 7ാമത്തെ രത്നകനികയെ ഞാൻ നിനക്ക് തരാം. പക്ഷേ പകരം നീ ഒന്ന് ചെയ്യാനുണ്ട്. എനിക്കുള്ളതെല്ലാം അങ്ങയുടേതാണ്. സെയിൻ ശിരസ് കുനിച്ചു. വൃദ്ധൻ തുടർന്നു, പക്ഷേ നിനക്ക് ചെയ്യാനുള്ളത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. 15 വയസ്സ് പ്രായമുള്ള ഒരുവളെ, സുന്ദരിയും അതേ സമയത്ത് കന്യകയുമായ ഒരുവളെ ഇവിടെ കൊണ്ടുവരണം. സെയിൻ ഉടനെ പറഞ്ഞു, അത്രയേ വേണ്ടൂ. എങ്കിൽ വളരെ എളുപ്പമാണ്. സുന്ദരികളും കന്യകളുമായവർക്ക് ഈ നാട്ടിൽ ക്ഷാമമില്ല. സുൽത്താൻ്റെ മൊഴി കേട്ട് വൃദ്ധൻ പൊട്ടി പൊട്ടി ചിരിച്ചു. ചിരിച്ചുകൊണ്ട് നിൽക്കാൻ വയ്യാതെ വൃദ്ധൻ നിലത്തിരുന്നു. നിയന്ത്രണം വിട്ടപ്പോൾ വൃദ്ധൻ ചോദിച്ചു, അങ്ങനെയുള്ളവർ അത്ര സുലഭമാണോ? ഒരു 10 എണ്ണത്തിനെ ഇപ്പോൾ തന്നെ കൊണ്ടുവരാം, സെയിൻ പറഞ്ഞു. എൻ്റെ കൊട്ടാരത്തിൽ തന്നെ 100 കണക്കിനുണ്ട്. വൃദ്ധൻ വീണ്ടും പൊട്ടിച്ചിരിച്ചു. നീണ്ടു നിന്ന് ചിരി. പിന്നീട് അനുതാപപൂർവ്വം സുൽത്താനെ നോക്കി പറഞ്ഞു, കുഞ്ഞേ, ഞാൻ ആവശ്യപ്പെടുന്ന വസ്തു വളരെ വളരെ അപൂർവമാണ്. ഇന്ന് വരെ ആർക്കും എന്നെ തൃപ്തിപ്പെടുത്താനായിട്ടില്ല. നീ പറയുന്ന സുന്ദരിമാർ കന്യകമാരാണെന്നാണ് നിന്റെ ധാരണ. പക്ഷേ നിനക്ക് തെറ്റിപ്പോയി. തങ്ങളുടെ കന്യകാത്വത്തിൽ വിശ്വസിപ്പിക്കാൻ സ്ത്രീകൾക്ക് 100 കൗശലങ്ങളുണ്ട്. അവർ വിഡ്ഢികളാക്കിയിട്ടുള്ളവർക്ക് കണക്കില്ല. നിനക്ക് അമ്മാതിരി കാര്യങ്ങളൊന്നും അറിഞ്ഞുകൂടെന്ന് തോന്നുന്നു. ഒരു പെൺകുട്ടിയുടെ കന്യകാത്വത്തെ അവൾ അറിയാതെ, അവളെ സ്പർശിക്കാതെ പരീക്ഷിച്ചറിയാൻ ഞാനൊരു ഉപായം പറഞ്ഞു തരാം. ശ്രദ്ധിച്ചു കേട്ടുകൊള്ളൂ. കാരണം എനിക്ക് വേണ്ടത് പുരുഷ സ്പർശമേൽക്കാത്തവളെയാണ്. അവളുടെ നഗ്നതയെപ്പോലും പുരുഷ നേത്രങ്ങൾ തീണ്ടിയിട്ടുണ്ടാകാൻ പാടില്ല. ഇദ്ദേഹത്തിന് ഭ്രാന്തുണ്ടോ? ഇപ്പറഞ്ഞതുപോലുള്ള ഒരുവളെ ശരിക്ക് കാണാതെയോ സ്പർശിക്കാതെയോ എങ്ങനെയാണ് കണ്ടെടുക്കുക? അല്പം ആലോചിച്ച് സെയിൻ പറഞ്ഞു, മനസ്സിലായി. കന്യകയാണോ അല്ലയോ എന്നത് ഗന്ധം കൊണ്ട് തിരിച്ചറിയാൻ കഴിയും. വൃദ്ധന് ചിരി വന്നു. കന്യകാത്വത്തിന് ഗന്ധമില്ല. സെയിൻ വീണ്ടും കുഴങ്ങി. ശരി, സ്ത്രീകളുടെ കണ്ണിലേക്ക് സൂക്ഷിച്ചു നോക്കിയാൽ പിടികിട്ടും. കണ്ണിന് കന്യകാത്വമില്ല. പ്രഭു, പിന്നെ എങ്ങനെയാണ് അത് സാധിക്കുക? അതിനുള്ള ഉപായമാണ് ഞാൻ പറഞ്ഞു തരാമെന്ന് സൂചിപ്പിച്ചത്. വൃദ്ധൻ പൊടുന്നനെ അപ്രത്യക്ഷനായി. നിമിഷം കൊണ്ട് ഒരു കണ്ണാടിയുമായി വീണ്ടും പ്രത്യക്ഷപ്പെട്ടു. സെയിൻ, ഒരു സ്ത്രീ കന്യകയാണോ അല്ലയോ എന്ന് ദൈവത്തിനൊഴിച്ച് മറ്റാർക്കും അറിയാനാകില്ല. ഇക്കാര്യത്തിൽ എനിക്കുള്ള വൈദഗ്ധ്യം അന്യന് പകർന്നു കൊടുക്കാനുമാകില്ല. അതുകൊണ്ട് ഞാൻ നിനക്കൊരു കണ്ണാടി തരാം. മനുഷ്യരെക്കാൾ കൃത്യമായി വിധിയെഴുതാൻ കഴിയുന്നതാണ് ഈ കണ്ണാടി. കന്യകയാണെന്ന് പറയപ്പെടുന്ന ഒരു സുന്ദരിയെ കണ്ടെത്തിയാൽ ഉടനെ നീ ഈ കണ്ണാടിയിലേക്ക് നോക്കുക. അവളുടെ നഗ്നരൂപം ഇതിൽ പൂർണ്ണമായി തെളിഞ്ഞു കാണും. നല്ല പോലെ നോക്കിക്കൊള്ളൂ. കാരണം നഗ്നത നേരിട്ട് കാണപ്പെടുന്നതേ കന്യകാത്വത്തിന് വിഘാതമാകൂ. നീ കണ്ട സുന്ദരി യഥാർത്ഥത്തിൽ കന്യകയല്ലെങ്കിൽ
കണ്ണാടി ജലാംശം കൊണ്ട് ഉടനെ മങ്ങിപ്പോകും. മറിച്ചാണെങ്കിൽ കണ്ണാടിയിൽ മങ്ങലുണ്ടാകില്ല. നിനക്ക് ഞാൻ ആവശ്യപ്പെട്ടതുപോലെ ഒരുവളെ കണ്ടുപിടിക്കാൻ സാധിക്കട്ടെ. ഒരു കാര്യം, അവൾ സുന്ദരി കൂടിയായിരിക്കണം. സൗന്ദര്യമില്ലാത്ത കന്യകത്വം നിരർത്ഥകമാണ്. കണ്ണാടി കരുതലോട് സൂക്ഷിക്കണം. അത് നഷ്ടപ്പെട്ടാൽ നിനക്ക് ആപത്തുണ്ടാകും. സെയിൻ വൃദ്ധന്റെ ഉപദേശം അക്ഷരം പ്രതി പാലിച്ചു കൊള്ളാമെന്ന് പ്രതിജ്ഞ ചെയ്ത് മുബാറക്കും ഒരുമിച്ച് മടങ്ങിപ്പോയി. അവർ കെയ്റോയിൽ മുബാറക്കിന്റെ അരമനയിലെത്തി വിശ്രമിച്ചു. വൃദ്ധൻ മഹാസാധുവാണെന്ന് തോന്നുന്നു. നാട്ടിൽ 100 കണക്കിലുള്ള കന്യകമാരിൽ ഒരുവളെ മതിയെന്നല്ലേ പറഞ്ഞത്? അമൂല്യമായ ആ രത്നകന്യകയ്ക്ക് പകരം ഭൂമിയിൽ കന്യകമാരില്ലെന്നായിരിക്കുമോ ആ പാവത്തിന്റെ ധാരണ? സെയിൻ വിചാരിച്ചു. അയാൾ മുബാറക്കിനെ വിളിച്ചു പറഞ്ഞു, നമുക്ക് ബാഗ്ദാദിലും ബസ്രയിലും പോകണം. അവിടെയൊക്കെ ധാരാളം സുന്ദര കന്യകമാരുണ്ട്. പ്രഭു, അത്രയൊക്കെ ക്ലേശിക്കുന്നത് എന്തിന്? നഗരങ്ങളുടെ നഗരമായ ഈ കെയ്റോയിൽ തന്നെ ആയിരക്കണക്കിനുണ്ടല്ലോ. അന്വേഷിച്ച് നടക്കുകയും മറ്റും വേണ്ട, ഞാൻ കൊണ്ടുവരാം. എങ്ങനെ? അതിനെ പറ്റിയ ആളുണ്ട്, കൗശലക്കാരിയായ ഒരു വൃദ്ധ. അവൾ കൊണ്ടുവന്നു തരും. നഗരത്തിലുള്ള 15 കാരികളെയെല്ലാം അവൾ കൂട്ടിക്കൊണ്ടുവരും. വൃദ്ധയ്ക്ക് അതിനുള്ള മിടുക്കുണ്ട്. കൈ നിറയെ സമ്മാനങ്ങൾ കൊടുത്താൽ മതി. തിരഞ്ഞെടുക്കുന്ന സാധാരണക്കാരിയാണെങ്കിൽ നമുക്ക് വിലയ്ക്ക് വാങ്ങാം. ഉന്നത കുടുംബക്കാരിയാണെങ്കിൽ നാമമാത്രമായി വിവാഹം ചെയ്ത് സ്വന്തമാക്കാം. അത് കഴിഞ്ഞ് ഡമാസ്കസിലും ബാഗ്ദാദിലും ബസ്രയിലും പോയി വേറെ സുന്ദരിമാരെ തിരഞ്ഞെടുക്കാം. അങ്ങനെ ഓരോ നഗരത്തിൽ നിന്നും കുറേ പേരെ കൊണ്ടുവന്ന് നമുക്ക് കൂട്ടത്തിൽ നിന്ന് ഏറ്റവും തികഞ്ഞവളെ തിരഞ്ഞെടുക്കാം. മുബാറക്കിന്റെ നിർദ്ദേശം സുൽത്താന് സന്തോഷകരമായി. മുബാറക് കൗശലക്കാരിയായി വെറുതെ വരുത്തി. സാത്താനെ വിദ്യ പഠിപ്പിക്കുന്ന സമർത്ഥിയായിരുന്നു അവൾ. മുബാറക് വൃദ്ധയ്ക്ക് ധാരാളം പണം കൊടുത്ത് കാര്യം പറഞ്ഞു. വിഷമിക്കേണ്ട, കാര്യം ഞാൻ ഏറ്റു. എൻ്റെ പട്ടികയിൽ തന്നെ 15 കാരികൾ ഒരുപാടുണ്ട്. വലിയ കുടുംബങ്ങളിൽ പിറന്ന സുന്ദരിമാർ. മുമ്പിൽ നിരത്തിയാൽ തിരഞ്ഞെടുക്കുന്ന കാര്യത്തിൽ നിങ്ങൾ കുഴങ്ങുകയേയുള്ളൂ. വൃദ്ധയ്ക്ക് കണ്ണാടിയുടെ കാര്യം അറിയില്ല. അവൾ പുറപ്പെട്ടു. പല വീടുകളിലും കയറിയിറങ്ങി കുറേ കന്യകമാരെ കൊണ്ടുവന്നു. മൂടപടമിട്ട് മുഖം കുനിച്ച് പാദം നോക്കി നടക്കുന്ന പാവങ്ങൾ. ഓരോ കന്യകയെ വീതം മാറ്റി നിർത്തി സെയിൻ കണ്ണാടി നോക്കി. നഗ്നരൂപങ്ങൾ വിശദമായി വീക്ഷിച്ചു. എന്നാൽ ഓരോ തവണയും കണ്ണാടി ജലാംശം കൊണ്ട് മങ്ങിപ്പോയി. വൃദ്ധയ്ക്ക് അയാളുടെ മുഖത്തെ നിരാശയുടെ കാരണം എന്താണെന്ന് മനസ്സിലായില്ല. വൃദ്ധയ്ക്ക് എല്ലാവരെയും തിരിച്ചു കൊണ്ടുപോകേണ്ടതായി വന്നു. വീണ്ടും കുറേ പേരെ കൊണ്ടുവന്നു. അവരെയും തിരിച്ചയച്ചു. അങ്ങനെ നിരവധി പ്രാവശ്യമായി അസംഖ്യം കന്യകമാരെ പരിശോധിച്ചു. പല വർഗങ്ങളിലും പല നാടുകളിലും പെടുന്നവരെ. അതിശയമെന്ന് പറയട്ടെ, വൃദ്ധൻ പറഞ്ഞതുപോലുള്ള ഒരുവളെയും കണ്ടുകിട്ടിയില്ല. മുബാറക്കും സെയിനും ഡമാസ്കസിൽ ചെന്ന് അവിടെയും പരീക്ഷണം നടത്തി. പരശതം സുന്ദരിമാർ വന്നുപോയിട്ടും കന്യകാത്വമുള്ള ഒരുവൾ പോലുമില്ല. ഇത് അസാധാരണം തന്നെ. സെയിൻ മുബാറക്കിനോട് പറഞ്ഞു, ഈ നാട് നമ്മുടെ പരീക്ഷണത്തിന് പറ്റിയതല്ല. മറ്റെവിടേക്കെങ്കിലും പോകാം. ഏതു തരത്തിലും രത്നകന്യകയെ നേടാതെ വയ്യ. അത് കേട്ടപ്പോൾ മുബാറക്ക് പറഞ്ഞു, ഇറാഖിലല്ലാതെ മറ്റെങ്ങും പോയി നോക്കിയിട്ട് പ്രയോജനമുണ്ടെന്ന് തോന്നുന്നില്ല. അവിടെ ഒരു വലയെങ്കിലും കിട്ടിയേക്കും. അവർ ഇറാഖിലെത്തി. ഒരു വലിയ കെട്ടിടം വാടകയ്ക്കെടുത്തു. ടൈഗ്രീസ് നദിയുടെ തീരത്ത് സുന്ദരമായ ഒരു തോട്ടത്തിൻ്റെ നടുക്കാണ് കെട്ടിടം. വളരെ സമ്പന്നരും ഉദാരരുമായ പ്രഭുക്കളെ പോലെ ജീവിച്ച് ആളുകളുടെ ശ്രദ്ധയാകർഷിച്ചു. അധികം അകലെയല്ലാതെ അബൂബക്കർ എന്നു പേരുള്ള ഒരു ഇമാം താമസിച്ചിരുന്നു. അയാൾക്ക് പണക്കാരോട് വലിയ വെറുപ്പാണ്. കാരണം അയാൾക്ക് പണമില്ലെന്ന് തന്നെ. ദാരിദ്ര്യം സങ്കുചിത ഹൃദയത്തെ വളരെ പരുഷമാക്കുന്നു. വിശാല ഹൃദയത്തെ കൂടുതൽ വിശാലമാക്കുന്നു. ഒരു ദിവസം ഇമാം പള്ളിയിൽ വന്നവരോട് ഇങ്ങനെ പ്രഖ്യാപിച്ചു, വിശ്വാസികളെ, ഇവിടെ 2 വിദേശികൾ വന്നിട്ടുണ്ട്. പണവും പ്രതാപവും കാണിച്ച് പാവങ്ങളെ അമ്പരപ്പിക്കുകയാണ് അവരുടെ തൊഴിൽ. ആരാണ് ഈ വിദ്വാൻമാരെന്നറിയില്ല. വല്ലവരുടെ മുതൽ കൊള്ളയടിച്ച് സൂഹിക്കാൻ ബാഗ്ദാദിൽ വന്നതായിരിക്കും. അല്ലാഹുവിനെ മുൻനിർത്തി ഞാൻ പറയുന്നു, നിങ്ങളാരും അവരുടെ ഔദാര്യത്തിനായി ചെല്ലരുത്. എല്ലാവരും സൂക്ഷിക്കണം. കാര്യം കാലി അറിയിക്കാഞ്ഞാൽ ഖലീഫ നമ്മയായിരിക്കും ശിക്ഷിക്കുക.
ഇമാം പറഞ്ഞത് ശരിയാണെന്ന് ആൾക്കാർക്ക് തോന്നി. എല്ലാവരും ചേർന്ന് ഖലീഫയോട് പരാതി ബോധിപ്പിക്കാൻ തീർച്ചയാക്കി. തങ്ങൾക്കെതിരായി നടന്ന ആലോചനകളെല്ലാം മുബാറക്കിന് മനസ്സിലായി. കന്യകമാരെ കൊണ്ടുവരാൻ ഏർപ്പെടുത്തിയിട്ടുള്ള വൃദ്ധന്മാർ വിവരമറിഞ്ഞാൽ ഭയം കൊണ്ട് തിരിഞ്ഞു നോക്കില്ല. മുബാറക്ക് ഉടനെ സഞ്ചിയിൽ കുറെ സ്വർണ്ണ നാണയങ്ങളും എടുത്ത് അബൂബക്കറുടെ വീട്ടിൽ ചെന്നു. ഇമാം വാതിൽ തുറന്നു. മുബാറക്ക് തലകുനിച്ചു. ഞാൻ അങ്ങയുടെ അടിമയായ മുബാറക്കാണ്. അങ്ങയുടെ പാണ്ഡിത്യവും ഔദാര്യവും ജനസ്വാധീനവും എല്ലാം കേട്ടറിഞ്ഞ് എൻ്റെ യജമാനായ സെയിൻ എന്നെ പറഞ്ഞയച്ചതാണ്. അദ്ദേഹത്തിൻ്റെ ആദരം അറിയിക്കാനും ഈ എളിയ സമ്മാനം അങ്ങയ്ക്ക് തരുവാനുമാണ് വന്നത്. മുബാറക്കിൻ്റെ കയ്യിലെ പണസഞ്ചി കണ്ടപ്പോൾ അബൂബക്കറുടെ കണ്ണു തെളിഞ്ഞു. പ്രഭു, അങ്ങയുടെ യജമാനെക്കുറിച്ച് ഞാൻ എന്തെങ്കിലും വിചാരിക്കുകയോ പറയുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ പൊറുക്കണമെന്ന് വിനീതമായി അപേക്ഷിക്കുന്നു. ഞാൻ അദ്ദേഹത്തിൻ്റെ അടിമയാണെന്നും ഇന്ന് തന്നെ പള്ളിയിൽ ചെന്ന് ആളുകളുടെ ധാരണ തിരുത്തുന്നുണ്ടെന്നും അറിയിക്കണം. ശരി, അങ്ങനെയാകാം. താങ്കൾ ഞങ്ങളുടെ താമസ സ്ഥലം സന്ദർശിച്ച് പവിത്രമാക്കണം. അത് എൻ്റെ യജമാന് വളരെ ആശ്വാസകരമാകും എന്ന് പറഞ്ഞ് മുബാറക് ഈമാന്റെ കരം ചുംബിച്ച് മടങ്ങിപ്പോയി. അബൂബക്കർ പിറ്റേന്ന് പള്ളിയിൽ ചെന്ന് പറഞ്ഞു, വിശ്വാസികളെ, സഹോദരന്മാരെ, എത്ര മഹാന്മാരായിരുന്നാലും ശത്രുക്കളില്ലാത്തവരില്ല. ഞാൻ എൻ്റെ മനസ്സാക്ഷി ശുദ്ധമാക്കട്ടെ. വിദേശികളെക്കുറിച്ച് ഇന്നലെ ഞാൻ പറഞ്ഞുവല്ലോ. എനിക്ക് മുഴുവൻ കാര്യങ്ങൾ അറിയാൻ കഴിഞ്ഞത് ഇന്നാണ്. അവർ വളരെ നല്ലവരാണ്. അവരുടെ സാന്നിധ്യം ഈ പ്രദേശത്തിന് ഒരു അനുഗ്രഹമാണ്. നിങ്ങളെല്ലാവരും തന്നെ അവരെ ബഹുമാനിക്കണം. ഇങ്ങനെ ഒരു അട്ടിമറി പ്രസംഗത്തിന് ശേഷം അബൂബക്കർ അന്തസ്സിൽ ചമഞ്ഞൊരുങ്ങി സെയിൻ്റെ അരമനയിലേക്ക് ചെന്നു. അവർ ഇമാമിനെ സ്വീകരിച്ചിരുത്തി നല്ല ഭക്ഷണം നൽകി. ഇമാം ചോദിച്ചു, പ്രഭു, അങ്ങേക്ക് ഒരു സന്ദർശനം കൊണ്ട് ഈ നഗരവീഥികൾ പ്രകാശമാനമാക്കാൻ ഹിതമാണോ? എൻ്റെ ലക്ഷ്യം നിറവേറുന്നതുവരെ ബാഗ്ദാദിൽ തന്നെ താമസിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. എന്താണാവോ അവിടുത്തെ ലക്ഷ്യം? അങ്ങയുടെ ഈ അടിമയ്ക്ക് എന്ത് സഹായമാണ് ചെയ്തു തരാനാവുക? എന്തായാലും പറയാൻ മടിക്കരുത്. വിവാഹമാണ് എൻ്റെ ലക്ഷ്യം. സുന്ദരിയും 15കാരിയുമായ ഒരു കന്യകയെ കണ്ടെത്തണം. അനുപമമായിരിക്കണം അവളുടെ സൗന്ദര്യം. ശങ്കയില്ലാത്തതും കളങ്കമേൽക്കാത്തതുമായിരിക്കണം കന്യകാത്വം. ഈജിപ്തിലും സിറിയയിലുമെല്ലാം അന്വേഷിച്ചിട്ട് ആരെയും കണ്ടുകിട്ടിയില്ല. എല്ലാം കേട്ടുകഴിഞ്ഞപ്പോൾ ഇമാം പറഞ്ഞു, അങ്ങനെയുള്ളവരെ കിട്ടാൻ ഞെരുക്കമാണ്. എന്നെ കണ്ടുമുട്ടിയില്ലായിരുന്നെങ്കിൽ അങ്ങയുടെ യത്നമെല്ലാം പാഴായി പോകുമായിരുന്നു. ആ വൃദ്ധകളെ കൊണ്ട് ഒന്നുമാകില്ല. പക്ഷേ എനിക്കറിയാം, അങ്ങനെ രത്നം പോലുള്ള ഒരുവനുണ്ട്. സെയിനും മുബാറക്കും പുഞ്ചിരിയോടെ പരസ്പരം ഇടം കണ്ണിട്ട് നോക്കി. പരിശുദ്ധനായ ഇമാം, അവളുടെ കന്യകത്വത്തെക്കുറിച്ച് അങ്ങേക്ക് തീർച്ചയുണ്ടോ? എന്താണ് ആ ഉറപ്പിന് അടിസ്ഥാനം? നിങ്ങൾ നേരിട്ട് പരിശോധിച്ചിട്ടുണ്ടെങ്കിൽ അതുകൊണ്ട് തന്നെ അവൾ കന്യകയല്ലാതെയായി. ഞാൻ നേരിട്ട് പരിശോധിച്ചിട്ടില്ല, പക്ഷേ കാര്യം ഉറപ്പാണ്. അല്ലെങ്കിൽ എൻ്റെ ഈ വലം കൈ വെട്ടിക്കളഞ്ഞോളൂ. അല്ലെങ്കിലും ആദ്യ രാത്രിയിലല്ലാതെ എങ്ങനെയാണ് അതിനെക്കുറിച്ച് അത്ര ഉറപ്പിക്കാനാവുക? സെയിൻ പറഞ്ഞു, അത് എളുപ്പമാണ്. അവൾ വസ്ത്രങ്ങൾ അണിഞ്ഞ് മൂടുപടമിട്ട് നിന്നുകൊള്ളട്ടെ. ഒരു നോട്ടം കൊണ്ട് എനിക്ക് മനസ്സിലാകും. അത് കേട്ടപ്പോൾ ആതിഥേയനോടുള്ള ബഹുമാനം കൊണ്ട് മാത്രമാണ് അബൂബക്കർ പൊട്ടിച്ചിരിക്കാതിരുന്നത്. മൂടുപടം ഇട്ടിരിക്കുന്ന ഒരുവളെ നോക്കി കന്യകാത്വം നിശ്ചയിക്കാവുന്ന അങ്ങയുടെ കഴിവ് അസാധാരണം തന്നെ. അതെ, സുന്ദരിയെ കൊണ്ടുവരൂ, അത് തെളിയിക്കാം. തക്ക സമ്മാനവും തരാം. ഇമാം ശിരസ് കുനിച്ച് പുറത്തേക്കിറങ്ങി. കളങ്കമേശാത്ത കന്യകയായി ഒരുവളുണ്ടെന്ന് അബൂബക്കർ പ്രസ്താവിച്ചത് വാസ്തവമായിരുന്നു. ബാഗ്ദാദിലെ ഇമാമുകളുടെ തലവന്റെ മകളായിരുന്നു അത്. പുരുഷ നേത്രങ്ങൾക്ക് ഒരിക്കലും തീണ്ടാനാകാത്ത വിധമാണ് അവളെ വളർത്തിയിരുന്നത്. അവൾ അന്തപുരത്തിൽ ഒരു വിശുദ്ധ പുഷ്പം പോലെ വളർന്നു. ചന്ദ്രബിംബം കൊണ്ടാണ് അവളെ സൃഷ്ടിച്ചതെന്ന് തോന്നും. വരച്ചു വെച്ച വൃത്തം പോലെ പരിപൂർണയാണ് അവൾ. അബൂബക്കർ നേരെ തലവന്റെ മന്ദിരത്തിലേക്ക് ചെന്നു. കുശല പ്രശ്നങ്ങൾക്ക് ശേഷം അബൂബക്കർ കന്യകമാരെ കാലെ വിവാഹം ചെയ്ത് കൊടുക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് ദീർഘമായി സംസാരിച്ചു. തുടർന്ന് സെയിൻ എന്ന പ്രഭുവിൻ്റെ പദവി മഹാത്മ്യങ്ങൾ വർണ്ണിച്ചു. സെയിൻ വളരെ സമ്പന്നനും കുലീനനുമാണ്.
സ്ത്രീധനം എന്ത് വേണമെങ്കിലും തരും. ഒരു വ്യവസ്ഥ മാത്രമേയുള്ളൂ. പെൺകുട്ടിയെ ഒരു നോക്ക് കാണണം. വസ്ത്രങ്ങളെല്ലാം ധരിച്ച് മൂടുപടവും ഇട്ട് നിന്നാൽ മതി. തലവൻ ദീർഘമായ ആലോചനയ്ക്ക് ശേഷം പറഞ്ഞു. വിരോധമില്ല. അയാൾ ഭാര്യയെ വിളിച്ചു. നീ ലത്തീഫയെയും കൊണ്ട് നമ്മുടെ അബൂബക്കറിന്റെ കൂടെ നദീതീരത്തെ അരമന വരെ ഒന്ന് ചെല്ലും. വിധി അവളെ കാത്തിരിക്കുകയാണ്. തലവന്റെ പത്നി മൂടുപടമണിഞ്ഞു. മകളെ വിളിച്ചു പറഞ്ഞു. ലത്തീഫ, നീ ഇതുവരെ പുറത്തേക്ക് ഇറങ്ങിയിട്ടില്ലല്ലോ. വാ, നമുക്കൊന്ന് ഇറങ്ങി വരാം. അവർ മകളുടെ തലമുടി കോതിയൊതുക്കി നല്ല വസ്ത്രങ്ങൾ അണിയിച്ച് മൂടുപടമിട്ട് അബൂബക്കറിന്റെ കൂടെ പുറപ്പെട്ടു. ലത്തീഫ, നിന്റെ വിശാലമായ കരിനീല നയനങ്ങൾ ആവരണങ്ങൾക്കുള്ളിൽ വിസ്മയം കൊള്ളുകയാണ്. നീ പിതാവിനെ ഒഴിച്ച് പുരുഷനായി മറ്റൊരാളെയും കണ്ടിട്ടില്ല. നീ ഒരിക്കലും നോട്ടം കീഴോട്ടാക്കാറില്ല. കാരണം നീ കൃത്രിമമായി ഒതുക്കം കാണിക്കാറില്ല, ലജ്ജ നടിക്കാറില്ല. പുരുഷ ഹൃദയങ്ങളെ മയക്കാനുള്ള നാട്യങ്ങളൊന്നും നിനക്കറിയില്ല. നീ ലജ്ജാലുവാണെങ്കിലും വിടർന്ന മിഴികൾ ഉയർത്തിയേ നോക്കാറുള്ളൂ. അതൊന്നു തന്നെ സെയിനെ ആശയക്കുഴപ്പത്തിലാക്കുന്നു. നിനക്കുള്ള സൗന്ദര്യത്തിന്റെ ഒരു നേർത്ത നിഴൽ പോലും അന്യദേശങ്ങളിലെ വനിതകളിൽ അയാൾ കണ്ടിട്ടുണ്ടാവില്ല. സെയിൻ കണ്ണാടിയിൽ ലത്തീഫയുടെ പൂർണ്ണ ലാവണ്യം നഗ്നമായി കണ്ട് മതിമറന്നുപോയി. അവൾ തികച്ചും കനിക തന്നെ. കണ്ണാടി മങ്ങിയില്ല. സെയിന്റെ മനസ്സ് ആഹ്ലാദം കൊണ്ട് തുള്ളിച്ചാടി. ആ സുൽത്താൻ രോമാഞ്ചമണിഞ്ഞു. ലത്തീഫയുടെ ലാവണ്യം അമൂല്യമാണെന്ന് തെളിഞ്ഞപ്പോൾ സെയിൻ ഉടനെ വിവാഹമുറപ്പിക്കാനായി മുബാറക്കിനെ നിയോഗിച്ചു. മുബാറക്കും അബൂബക്കറും തലവനെ ചെന്ന് കണ്ട് സമ്മതം വാങ്ങി. ലത്തീഫയെ അരമനയിലേക്ക് കൊണ്ടുപോന്നു. വിവാഹം ഗംഭീരമായി ആഘോഷിച്ചു. അതിഥികളെല്ലാം പിരിഞ്ഞുപോയി. ഒടുവിൽ സെയിൻ അബൂബക്കറെ അടുത്ത് വിളിച്ചു പറഞ്ഞു. ഞങ്ങൾ ഈ രാത്രി തന്നെ വിദൂരമായ മറ്റൊരു രാജ്യത്തേക്ക് പുറപ്പെടുകയാണ്. ഇത് 10,000 സ്വർണം. ഇത് താങ്കൾക്കുള്ള സമ്മാനമാണ്. ഞാൻ ബസ്രയിൽ തിരിച്ചെത്തിയാൽ വീണ്ടും എൻ്റെ നന്ദി താങ്കൾക്ക് അറിയാറാകും. താങ്കളെ എൻ്റെ മന്ത്രിയാക്കാനും എനിക്ക് ആലോചനയുണ്ട്. മുബാറക്കും സെയിനും ലത്തീഫയെയും കൂട്ടി പരിവാരങ്ങളോടൊപ്പം വൃദ്ധന്റെ ദ്വീപിലേക്ക് പുറപ്പെട്ടു. യാത്ര മാസങ്ങളോളം നീണ്ടുനിന്നു. ദിവസം കഴിയുന്തോറും ലത്തീഫയുടെ സുന്ദര താരുണ്യം സുൽത്താനെ വികാരവിവശനാക്കി. അദ്ദേഹത്തിൻ്റെ അനുരാഗവും ആസക്തിയും തീവ്രതരമായി തീർന്നു. അവളെ ആ വൃദ്ധന് കൊടുക്കേണ്ടി വരിക, അതോർത്ത് സുൽത്താൻ്റെ ഹൃദയം നേറി. പക്ഷേ പ്രതിജ്ഞ ലംഘിക്കാൻ വയ്യല്ലോ. അവസാനം ആ തടാകത്തിൻ്റെ തീരത്തെത്തി. പഴയപോലെ തോണി പ്രത്യക്ഷപ്പെട്ടു. അവർ ദ്വീപിലെ കൊട്ടാരത്തിലേക്ക് നയിക്കുന്ന പാലത്തിനടുത്തേക്ക് വന്നു. വൃദ്ധൻ പ്രത്യക്ഷപ്പെട്ടു. സെയിൻ അയാളെ അഭിവാദ്യം ചെയ്ത് കണ്ണാടി മടക്കി കൊടുത്തു. മൂടുപടം അണിഞ്ഞു നിൽക്കുന്ന ആ കന്യകയെയും വൃദ്ധന് കാഴ്ചവെച്ചു. വൃദ്ധൻ അവളുടെ കന്യകാത്വം പരിശോധിക്കാൻ കണ്ണാടി നോക്കിയില്ല. അയാളുടെ കണ്ണുകൾക്ക് തന്നെ ആ സിദ്ധിയുണ്ടായിരുന്നു. അല്പനേരം അവളെ കണ്ണുകൾ കൊണ്ടൊഴിഞ്ഞിട്ട് വൃദ്ധൻ സുൽത്താനെ കെട്ടിപ്പിടിച്ച് ചുംബിച്ചു. എനിക്ക് സംതൃപ്തിയായി. ഈ സുന്ദരിയായിരുന്നു എനിക്ക് ആവശ്യം. ഇവളുടെ സൗന്ദര്യമാണ് ഭൂമിയിൽ വെച്ച് ഏറ്റവും പരിപൂർണമായിട്ടുള്ളത്. ഇവളുടെ കന്യകാത്വമാണ് ഭൂമിയിൽ വെച്ച് ഏറ്റവും പരിശുദ്ധമായിട്ടുള്ളത്. ഇനി നിനക്ക് മടങ്ങിപ്പോകാം. നീ കൊട്ടാരത്തിൽ ചെന്ന് ആ നിധിയറിയൽ കടന്നു നോക്കൂ. മറ്റ് 6 പേരുടെ കൂട്ടത്തിൽ 7ാമത്തെ രത്നകന്യകയും അവിടെ ഉണ്ടായിരിക്കും. പോകും മുമ്പ് ഇവളോട് പറയൂ, ഞാൻ നിന്നെ പിരിഞ്ഞു പോകുന്നു, നാം തമ്മിലുള്ള ബന്ധം അവസാനിച്ചിരിക്കുന്നു എന്ന്. ആ വാക്ക് കേട്ടപ്പോൾ ലത്തീഫ ദീർഘനിശ്വാസം ചെയ്തു. അവൾ തേങ്ങിക്കരഞ്ഞു. അവൾ സുന്ദരനായ ആ യുവ സുൽത്താനെ സ്നേഹിച്ചിരുന്നു. സെയിനും കരയാതിരിക്കാൻ കഴിഞ്ഞില്ല. അയാൾ വൃദ്ധനുമായിട്ടുള്ള വ്യവസ്ഥ അവളെ ധരിപ്പിച്ചു. നിന്നെ മൊഴി ചൊല്ലിയിരിക്കുന്നു. വിങ്ങിപ്പൊട്ടുന്ന വാക്കുകളോടെ അത്രയും പറഞ്ഞ് സെയിൻ നടന്നകന്നു. ലത്തീഫ മൂർച്ഛിച്ചു വീണു. സെയിനും മുബാറക്കും ബസ്രയിലേക്ക് മടങ്ങി. സെയിൻ തൻ്റെ വധുവിനോട് കാണിച്ച ക്രൂരതയോർത്ത് സ്വയം പഴിച്ചു. തൻ്റെ പ്രത്യാഗമനം പ്രമാണിച്ച് നഗരത്തിൽ നടന്ന ആഹ്ലാദങ്ങളിലൊന്നും സുൽത്താന് താല്പര്യം തോന്നിയില്ല. അദ്ദേഹത്തിന് ആ രത്നകന്യകമാരുടെ മുറി തുറന്നു നോക്കാൻ പോലും ഉന്മേഷവും ഉത്സാഹവും തോന്നിയില്ല. മന്ത്രിയായി അവരോധിക്കപ്പെട്ട മുബാറക്കിന്റെ സ്നേഹശാസനത്തിന് വഴങ്ങി
ഒരു ദിവസം സെയിൻ നിധിയറ തുറന്നു. സ്വർണത്തിന്റെ പ്രളയം കൊണ്ട് ജ്വലിക്കുന്ന ആദ്യത്തെ മുറി പിന്നിട്ട് കടലിന്റെ അടിത്തട്ട് പോലെ ഹരിതാപമായ രണ്ടാമത്തെ മുറിയിലേക്ക് കടന്നു. 6 കന്യകമാരും പീഠങ്ങളിൽ വർത്തിക്കുന്നു. 7ാമത്തെ പീഠത്തിൽ നോക്കിയപ്പോൾ മന്ദസ്മിതം പൊഴിച്ചുകൊണ്ട് അതീവ സുന്ദരിയായ ഒരു കന്യക നിൽക്കുന്നു. സെയിൻ സൂക്ഷിച്ചു നോക്കി. കണ്ണുകളെ വിശ്വസിക്കാമോ? ലത്തീഫ തന്നെ. സെയിന് വികാരത്താൽ വാക്കുകളില്ലാതെയായി. അതെ, ഞാൻ തന്നെ, അങ്ങയുടെ ലത്തീഫ. കൂടുതൽ അമൂല്യമായ മറ്റെന്തെങ്കിലും ആയിരിക്കുമോ അങ്ങ് പ്രതീക്ഷിച്ചത്? അവളുടെ മധുര സ്വരം കേട്ട് സെയിൻ പുളകമണിഞ്ഞു. തകർന്ന ഹൃദയവുമായിട്ടാണ് ഞാൻ വന്നത്. പിതാവ് പറഞ്ഞത് സത്യം തന്നെ. 7ാമത്തവൾ മറ്റുള്ളവരെക്കാൾ 1000 മടങ്ങ് സുന്ദരിയാണ്. അവർ സംസാരിച്ചു കൊണ്ടിരുന്നപ്പോൾ പെട്ടെന്ന് ഗംഭീരമായ ഇടിനാദം മുഴങ്ങി. ഭൂമി കുലുങ്ങുന്നതായി തോന്നി. ദ്വീപുകളിലെ വൃദ്ധൻ പ്രത്യക്ഷപ്പെട്ടു. വൃദ്ധൻ ഒരു പുഞ്ചിരിയോടെ സെയിന്റെ കരം ഗ്രഹിച്ച് ലത്തീഫയുടെ കോമളപ്പാണിയിൽ അർപ്പിച്ചു. മകനെ, ജന്മദിനം തൊട്ട് ഞാൻ നിന്നെ സംരക്ഷിച്ചു പോരുന്നു. നിനക്ക് പരിപൂർണമായ സുഖം നൽകാനുള്ള മാർഗം ആലോചിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. അവസാനം ഈ വഴി കണ്ടെത്തി. ഈ നിധിയും എല്ലാ രത്നങ്ങളെയും അധികരിക്കുന്നു. അചുംബിതമായ ലാവണ്യം, അദൂഷിതമായ താരുണ്യം, അതാണ് ആത്മാവിന്റെ ഔഷധം. ആനന്ദകരമായ ഐശ്വര്യം. വൃദ്ധൻ ആ യുവമിഥുനങ്ങളുടെ ശിരസിൽ ചുംബിച്ചു. അവർ കണ്ണ് തുറന്നപ്പോഴേക്കും അദ്ദേഹം അപ്രത്യക്ഷനായിരുന്നു. കഥ അവസാനിച്ചപ്പോഴേക്കും നേരം പുലർന്നു. അടുത്ത രാത്രി ഷെഹ്റസാദ് വീണ്ടും കഥ തുടർന്നു. 1001 രാവുകൾ എന്ന കഥാപരമ്പരയിലെ ഇന്നത്തെ കഥ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമായി എന്ന് തന്നെ കരുതുന്നു. അടുത്ത തവണ ഞാൻ എത്തും വരെ എല്ലാ കൂട്ടുകാർക്കും നന്ദി, നമസ്കാരം.